ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, ബുധനാഴ്ച തോറും ഇവിടെ നടന്നു വരുന്ന ദൈവവചന ക്ലാസിൻ്റെ ഈ ബുധനാഴ്ച ദിവസം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇതിൻ്റെ അവസരം ഒരുക്കി തന്ന വന്യ എറമ്പാച്ചനോടും ഇതിൻ്റെ എല്ലാ ചുമതലപ്പെട്ടവരോടുമുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും മുന്നമേ അറിയിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ദൈവിക നടത്തിപ്പ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. പരിശുദ്ധനായ പൗലോസ് ലീഹ എഫേസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ വചനം ഇപ്രകാരമാണ് പറയുന്നത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം: നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു എന്ന്. അപ്പം നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചെയ്തു പോരാൻ സ്വർഗത്തിൽ മുന്നൊരുക്കിയിരിക്കുന്ന ശുശ്രൂഷകളുണ്ട് എന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ബുധനാഴ്ച ദിവസം ബലഹീനായ എന്നിലൂടെ സ്വർഗം പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്ന ആ പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്തെടുത്ത്, കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് അത് പ്ലേ ചെയ്യുമ്പോഴാണ് ഇന്നത്തെ ഈ ശുശ്രൂഷ നമുക്ക് അനുഗ്രഹകരമായി തീരുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും, എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥനയുടെ ഒരു അനുഭവത്തിൽ ആയിരിക്കണം. ഇന്ന് മാത്രം എന്നിലൂടെ മുന്നൊരുക്കിയിരിക്കുന്ന ശുശ്രൂഷകളെ വെളിപ്പെട്ട് കിട്ടി അത് എന്നിലൂടെ നിങ്ങൾക്ക് പകർന്നു തരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആദ്യോടന്തം വ്യാപരിപ്പാൻ തക്കവണ്ണം നിങ്ങൾ പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷത്തിൽ ഇന്നത്തെ ഈ 1.5 മണിക്കൂർ സമയം വിനിയോഗിക്കണം എന്നുള്ള കാര്യം പ്രത്യേകമായി നിങ്ങളുടെ സ്നേഹത്തോടെ ഞാൻ അറിയിക്കട്ടെ. ഈ ബുധനാഴ്ചയിലെ ദൈവവചന പഠനത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ഒരു പ്രവേശനവാതിലായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം പരിശുദ്ധ മാമോദീസ കൂദാശയിലെ ഒരു പ്രാർത്ഥനയാണ്. നമ്മളെല്ലാവരും പരിശുദ്ധ മാമോദീസ കൂദാശ സ്വീകരിച്ചിട്ടുള്ളവരാണ്, മാമോദീസ കൂദാശയിൽ സംബന്ധിച്ചിട്ടുള്ളവരുമാണ്. അതുകൊണ്ട് മാമോദീസ കൂദാശയെക്കുറിച്ച് കൂടുതലായിട്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. ഈ മാമോദീസ കൂദാശയുടെ ഏറ്റവും അവസാന ഭാഗത്ത് കുഞ്ഞിനെ മാമോദീസായൊക്കെ മുക്കി പരിശുദ്ധ മൂറോൻ്റെ അഭിഷേകമൊക്കെയും പ്രാപിച്ച് അത് പകർന്നു കൊടുത്ത് വിശുദ്ധ കുർബാന ഈ കുഞ്ഞിന് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഈ കുഞ്ഞിൻ്റെ ശിരസിൽ കിരീടം അണിയിക്കുന്ന ഒരു വലിയ ശുശ്രൂഷ ഈ മാമോദീസ കൂദാശയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് കുഞ്ഞിൻ്റെ തലയിലേക്ക് വെറുതെ അങ്ങ് വെച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത്. പിതാക്കന്മാർ ആ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി കിരീടം വയ്ക്കുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന ചൊല്ലണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഈ കുഞ്ഞിൻ്റെ ശിരസിൽ ഈ കിരീടം വയ്ക്കുന്നത്. കിരീടം വെച്ച് കുഞ്ഞിനെ അങ്ങ് വീട്ടിലേക്ക് അയക്കുന്നില്ല. വിശുദ്ധ കുർബാന അനുഭവം കഴിഞ്ഞതിന് ശേഷം ഈ കുഞ്ഞിൻ്റെ ശിരസിൽ നിന്നും ഈ കിരീടം എടുത്തതിന് ശേഷമാണ് കുഞ്ഞിനെ പറഞ്ഞ് വീട്ടിലേക്ക് അയക്കുന്നത്. അപ്പോൾ കിരീടം വയ്ക്കുന്ന സമയത്തും ഒരു പ്രാർത്ഥനയുണ്ട്, കിരീടം അഴിക്കുന്ന സമയത്തും മറ്റൊരു പ്രാർത്ഥന പിതാക്കന്മാർ നമുക്ക് തന്നിട്ടുണ്ട്. അതിലെ കിരീടം അഴിക്കുന്ന സമയത്തെ ഒരു പ്രാർത്ഥന ഇന്നത്തെ ഈ ദൈവവചന ക്ലാസ്സിന് ആധാരമായിട്ട് ആമുഖമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണമെന്ന് പരിശുദ്ധാത്മാവ് പ്രേരണ തരികയാണ്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: കർത്താവേ, നിന്റെ പുത്രസ്വീകാര്യമാകുന്ന ആത്മീയ മാതാവിൽ നിന്നും നിന്റെ ഏകപുത്രന് സഹോദരനായി നീ പൂർത്തീകരിച്ചിട്ടുള്ള ഈ നിന്റെ ദാസനെ അല്ലെങ്കിൽ ദാസിയെ ജീവദായകമായ
നിന്റെ വിവേകശക്തി മൂലം സുവിശേഷപരമായ നടപടികളിലേക്ക് നീ നയിച്ചുകൊള്ളണമേ എന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വീണ്ടും പറയുന്നു, നല്ല അവസാനം പ്രാപിക്കുന്നവർക്കായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഈ കിരീടം നിന്റെ സ്വർഗരാജ്യത്തിൽ വെച്ച് ഇവൻ പ്രാപിക്കുമാറാകണമേ. ഈ കിരീടം നീക്കപ്പെടുന്നതോടുകൂടെ നിന്റെ വലതു കൈയുടെ സഹായം ഇവന് നഷ്ടപ്പെടാതെ അതിൽ തന്നെ ഇവൻ ഉറച്ച് ശക്തി പ്രാപിച്ച് വളരുകയും സ്വർഗീയമായ ആഹ്വാനത്തിൻ്റെ കിരീടം പ്രാപിക്കുകയും ചെയ്ത് നിന്നെയും നിന്റെ ഏകപുത്രനെയും സാരാംശത്തിൽ നിന്നോട് ഒന്നായിരിക്കുന്ന പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുമാറാകണമേ എന്ന് പറഞ്ഞാണ് ആ പ്രാർത്ഥന അവസാനിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രാർത്ഥനയിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മാമോദീസ മുങ്ങുന്ന ഒരു ദൈവ പൈതലിനു വേണ്ടി സഭയുടെ പ്രതിനിധിയായ പട്ടക്കാരനോ മേൽപ്പട്ടക്കാരനോ ആ കുഞ്ഞിന് ജന്മം കൊടുത്ത മാതാപിതാക്കളും ആ കുഞ്ഞിനെ തലത്തൊടുന്ന പിതാവോ മാതാവോ ആരോ ആണെങ്കിൽ തന്നെയും അവരും ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനയാണ് ഈ പൈതൽ സുവിശേഷപരമായ നടപടികളിലേക്ക് നയിക്കപ്പെടണം എന്നുള്ള വലിയ ഒരു ആഹ്വാനം ഈ പ്രാർത്ഥനയ്ക്കകത്ത് അടങ്ങിയിരിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈ പരിശുദ്ധമായ മാമോദീസ കൂദാശ പ്രാപിച്ചിട്ടുള്ളവരാണ്. അങ്ങനെയെങ്കിൽ സുവിശേഷപരമായ നടപടികളിലേക്ക് ഇത്രയും നാളത്തെ നമ്മുടെ ജീവിതം വഴിയായി നമുക്ക് നയിക്കപ്പെടുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഈ ക്ലാസിൻ്റെ തുടക്കത്തിൽ നമുക്കൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. പ്രിയമുള്ളവരെ, സുവിശേഷപരമായ നടപടികളിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സഭയിൽ നമ്മെ ആക്കിയിരിക്കുന്നത് എന്നുള്ള സത്യം നമ്മൾ പലപ്പോഴും വിസ്മരിച്ചു പോകുന്നുണ്ട്. ഈ സുവിശേഷപരമായ വേല ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സഭയിൽ നാം ആയിരിക്കുന്നത് എന്നുള്ള ഒരു വലിയ ദൗത്യം, ആ വലിയ ഒരു ബോധ്യം ഇന്ന് പലപ്പോഴും നമുക്ക് വിസ്മരിച്ചു പോവുകയാണ്. കർത്താവ് തൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് ശിഷ്യന്മാർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുന്ന രംഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 31, 32, 33, 34 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ വചനം ഇങ്ങനെ പറയുന്നു: അനന്തരം അവൻ പന്തിരുവരെ കൂട്ടിക്കൊണ്ട് അവരോട്, ഇതാ നാം യെരൂശലേമിലേക്ക് പോകുന്നു, മനുഷ്യപുത്രനെ കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നത് എല്ലാം നിവർത്തിയാകും. അവനെ ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ അവനെ പരിഹസിച്ച് അപമാനിച്ച് തുപ്പി തല്ലിയിട്ട് കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് തനിക്ക് സംഭവിക്കാതിരിക്കുന്ന കഷ്ടാനുഭവത്തെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് കർത്താവ് കൊടുക്കുകയാണ്. അടുത്ത വാക്യമാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. ഈ മുന്നറിയിപ്പ് കർത്താവ് അവർക്ക് കൊടുത്തു, പക്ഷേ അവരോ ഈ മുന്നറിയിപ്പൊന്നും ഗ്രഹിച്ചില്ല. ഈ വാക്ക് അവർക്ക് മറവായിരുന്നു, പറഞ്ഞത് അവർ തിരിച്ചറിഞ്ഞതുമില്ല എന്ന്. അപ്പം കർത്താവ് തൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ട് പോലും ശിഷ്യന്മാർക്ക് അത് മനസ്സിലാക്കുവാനോ അത് ഗ്രഹിക്കുവാനോ കഴിയാതെ ഇരുന്നു എന്നാണ് ഇവിടെ വചനം പറയുന്നത്. കാരണം അവിടെ പറയുന്നുണ്ട് അവർക്കത് മറവായിരുന്നു എന്ന്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവണ്ണം കഴിയാത്ത വിധം ക്രിസ്തുവിനും അവർക്കുമിടയിൽ ഒരു മറയുണ്ടായിരുന്നു എന്നാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, സുവിശേഷപരമായ നടപടികളിലേക്ക് നയിക്കപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാനും നിങ്ങളും ആയിരിക്കുന്നത് എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെയെങ്കിൽ ആ സുവിശേഷപരമായ വേല എവിടെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെ നമുക്ക് ആ സുവിശേഷപരമായ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുവാനായിട്ട് സാധിക്കും എന്ന് ഈ ക്ലാസിൻ്റെ തുടക്കത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമ്മുടെയൊക്കെ വിചാരം സുവിശേഷ വേല എന്ന് പറയുന്നത് ഈ പ്രസംഗിക്കുന്നവരുടെ ഒരു വേലയാണെന്നുള്ളതാണ്. പക്ഷേ മാമോദീസ ഏറ്റ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഇന്ന് ആമുഖത്തിൽ ഞാൻ കേൾപ്പിച്ചതായ പ്രാർത്ഥനയുടെ വെളിച്ചത്തിൽ നമ്മളെല്ലാവരും സുവിശേഷ വേല ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നാം ആയിരിക്കുന്നത്. എവിടെയായിരുന്നാലും, ഭവനത്തിലായിരുന്നാലും, നമ്മൾ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലായിരുന്നാലും, നമ്മുടെ ദേവാലയത്തിലായിരുന്നാലും സുവിശേഷപരമായ നടപടികളിലേക്ക് നയിക്കപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നതെന്ന് ഈ പകൽക്കാലം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ
അത് അവർക്ക് മറവായിരുന്നു. അവർക്കത് ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല, അത് മനസ്സിലാക്കുവാൻ കഴിയാതെ വണ്ണം ഒരു മറ അവരുടെയും രണ്ടുപേരുടെയും ക്രിസ്തുവിൻ്റെയും ശിഷ്യന്മാരുടെ ഇടയിൽ നമുക്ക് ഉള്ളതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മാമോദീസായിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന മനസ്സിലാക്കുന്നതിന് കഴിയാത്തത് വണ്ണം ഒരു മറ നമ്മുടെയും ഈ പ്രാർത്ഥനയുടെയും മധ്യത്തിൽ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അങ്ങനെയെങ്കിൽ ഈ ക്ലാസിൻ്റെ ഈ ആരംഭത്തിൽ ഈ മറ മാറ്റപ്പെടണം. ഈ മറ മാറി ഈ സത്യം നമ്മൾ തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയപ്പെട്ടുകൊണ്ട് പരിമല തിരുമേനി ഈ മറയൊന്ന് മാറ്റി ഞങ്ങൾക്ക് ഈ സുവിശേഷത്തിൻ്റെ അർത്ഥം എന്താണെന്നൊന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവവേദ്യമായി തീരുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അങ്ങനെയെങ്കിൽ എന്താണ് സുവിശേഷം എന്ന് നമ്മൾ ആദ്യമേ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. വാട്ട് ഈസ് ഗോസ്പൽ? എന്താണ് സുവിശേഷം? ഒരുപക്ഷെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുവാനായിട്ട് കഴിയും. പക്ഷേ നമുക്ക് അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്ന് വേദപുസ്തകത്തിലൂടെ നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയണം. യെശയ്യാവിൻ്റെ പുസ്തകം 34 അധ്യായത്തിൻ്റെ 16 വാക്യത്തിൽ വചനം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 34 അധ്യായം അതിൻ്റെ 16 വാക്യം: യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കുവീൻ, അവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. അവൻ്റെ വായല്ലോ കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവത്രേ അവനെ കൂട്ടി വരുത്തിയതെന്ന്. വളരെ ആഴമായിട്ട് പഠിക്കേണ്ട ഒരു വചനമാണ്, ഒരു വേദഭാഗമാണിത്. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവീൻ, അവയിൽ ഒന്നും കാണാതിരിക്കില്ലെന്നാണ് പറയുന്നത്. ഒരിക്കൽ ഞാൻ എൻ്റെ ഇടവകയിലെ ഒരു വ്യക്തിയോട് ഇതിനെക്കുറിച്ച് ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ ചോദിച്ചു, നമ്മളൊരു കാര്യം എപ്പോഴാണ് അന്വേഷിക്കുന്നതെന്ന്. നമുക്ക് പല ഉത്തരം പറയാനായിട്ട് സാധിക്കും. പക്ഷെ ആ വ്യക്തി പറഞ്ഞത് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഒരു കാര്യം നമ്മൾ അന്വേഷിക്കുന്നതെന്ന്. അപ്പം ഞാൻ തിരിച്ച് ആ കുഞ്ഞിനോട് ചോദിച്ചു, മുടിയനായ പുത്രൻ അപ്പന് നഷ്ടപ്പെട്ടില്ലേ, അപ്പൻ അന്വേഷിച്ചു പോയോ എന്ന് ചോദിച്ചു. അപ്പം ആ കുഞ്ഞ് പറഞ്ഞു, ഇല്ല, അപ്പൻ അന്വേഷിച്ചു പോയില്ല എന്ന്. ആ കുഞ്ഞ് പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരിയാണെങ്കിലും കുറച്ചും കൂടെ ഭംഗിയായ രീതിയിൽ ഒരു കാര്യം എപ്പോഴാണ് അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് കഴിയണം, ആവശ്യബോധമുള്ളപ്പോഴാണ് ഒരു കാര്യം നമ്മൾ അന്വേഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് നമുക്ക് ആവശ്യബോധമായിരിക്കുന്ന ഒരു സംഗതിയാണ് വാട്ട് ഈസ് ഗോസ്പൽ? എന്താണ് സുവിശേഷം? അത് നമ്മൾ എവിടെ അന്വേഷിക്കണമെന്നാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്? യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവീൻ, അവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. അവൻ്റെ വായല്ലോ കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവത്രേ അവനെ കൂട്ടി വരുത്തിയതെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ ചോദ്യത്തിൻ്റെ ഉത്തരം യഹോവയുടെ പുസ്തകത്തിലൂടെ നമ്മൾ അന്വേഷിച്ചു പോകാനായിട്ട് പോവുകയാണ്. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിക്കുമ്പോൾ അവയിലൊന്നും കാണാതിരിക്കുകയില്ല എന്നാണ് ദൈവവചനം പറയുന്നത്. നമ്മളൊക്കെയും ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും വളരെയധികം ഭാരത്തിലും പ്രയാസത്തിലൂടെയും കടന്നു പോകുന്നവരൊക്കെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ ഈ പ്രശ്നത്തിൻ്റെ ഉത്തരം, മറുപടി നമ്മൾ എവിടെയാണ് അന്വേഷിക്കേണ്ടുന്നത്? യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ പിതാക്കന്മാരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ദൈവവചനം എന്ന് പറയുന്നത് അതൊരു വലിയ ഫാർമസിയാണെന്നാണ്. ഫാർമസിയെക്കുറിച്ച് നമുക്കറിയാം, അനേകം മരുന്നുകളുള്ള സ്ഥലമാണ് ഫാർമസി. എല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്നുകൾ ഈ ഫാർമസിയിൽ ഇരിപ്പുണ്ട്. പക്ഷേ ആ മരുന്ന് കണ്ടെത്തി ഭക്ഷിക്കണമെങ്കിൽ അവിടെ ഒരു ഫാർമസിസ്റ്റ് ഉണ്ടായെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ ഫാർമസി കോഴ്സ് പഠിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ആ മരുന്ന്, ഡോക്ടർ കുറിക്കുന്ന മരുന്ന് എവിടെയാണ് ഇരിക്കുന്നതെന്ന് കണ്ടെത്തി നമുക്ക് തരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ പറയുന്നു, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവീൻ, അവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല. യഹോവയുടെ വായല്ലോ കൽപ്പിച്ചത്, യഹോവയുടെ ആത്മാവത്രേ കൂട്ടിവരുത്തിയത് എന്ന്. അപ്പോൾ യഥാർത്ഥ ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ അതിൻ്റെ പരിഹാരം ദൈവവചനത്തിലൂടെ കണ്ടെത്തി അത് ഭക്ഷിച്ച് പ്രശ്നത്തെ അതിജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹ പൊതുവിന് വഴി 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ പറയുന്നു, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിക്കേണ്ടെന്ന് ആവശ്യമില്ല.
അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല സത്യം തന്നെ ആയിരിക്കാലും നിങ്ങൾ അവനിൽ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ എന്ന. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവനാൽ പ്രാപിച്ച അഭിഷേകം നമ്മളിൽ വസിക്കുന്നുണ്ട്. ആരും നമ്മളെ ഉപദേശിക്കേണ്ടെന്ന് ആവശ്യമില്ല. ഏതാണ് ഈ അഭിഷേകം? മാമോദീസായുടെ ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഈ അഭിഷേകത്തെ നമ്മൾ ജ്വലിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു ഫാർമസിസ്റ്റ് എവിടെയുണ്ട്? നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിനകത്തുണ്ട്. ആ ഫാർമസിസ്റ്റിന് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവവചനം എടുത്ത് തുറക്കുന്ന സമയത്ത് നമ്മുടെ പ്രശ്നത്തിന്റെ മരുന്ന് എവിടെയാണെന്ന് കിടക്കുന്നതെന്ന് കണ്ടെത്തി തരുവാനും അത് കണ്ടെത്തി ഭക്ഷിക്കുവാനായിട്ട് നമുക്ക് കഴിയും. പലപ്പോഴും നമ്മൾക്കുള്ള കുഴപ്പമെന്ന് പറയുന്നത് മാമോദീസായുടെ ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ നമുക്കിന്ന് ജ്വലിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ആ അഭിഷേകം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആ അഭിഷേകത്തെ ജ്വലിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം ഈ ദൈവവചനത്തിലൂടെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ മാമോദീസ കൂദാശ സ്വീകരിച്ചവരാണ്, പരിശുദ്ധാവിന്റെ അഭിഷേകം പ്രാപിച്ചവരാണ്. അങ്ങനെയെങ്കിൽ ഈ മധ്യാഹ്ന സമയത്ത് അടുക്കുന്ന ഈ സമയത്ത് നമുക്ക് നമ്മുടെ അഭിഷേകത്തെ ഒന്ന് ജ്വലിപ്പിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിക്കേണ്ടെന്ന് ആവശ്യമില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളെ ഉപദേശിക്കുവാൻ യോഗ്യനല്ല. ആരാണ് ഉപദേശിക്കേണ്ടുന്നത്? അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിക്കേണ്ടെന്ന് ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരും. അത് ഭോഷ്കല്ല സത്യം തന്നെ ആയിരിക്കാലും അവൻ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ എന്നാണ് വചനം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, മാമോദീസായുടെ ലഭിച്ച ആ വലിയ അഭിഷേകം, ആ അഭിഷേകത്തെ നമുക്ക് ഇപ്പോൾ ഒന്ന് ജ്വലിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, മാമോദീസായുടെ ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ നീ ഞങ്ങളുടെ ഉള്ളിൽ ഒന്ന് ജ്വലിപ്പിച്ച് ഞങ്ങളുടെ ഉള്ളിൽ ഇന്ന് നിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്തിലൂടെ ഇന്ന് ഞങ്ങൾ എന്ത് പ്രശ്നവുമായി ഇന്ന് നിന്റെ മുമ്പിൽ ഇരിക്കുന്നുവോ ആ പ്രശ്നത്തിന്റെ ഉത്തരം കണ്ടെത്തുവാൻ തക്കവണ്ണം ഞങ്ങളിലുള്ള പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ആയിരിക്കണം എന്നുള്ള കാര്യം വീണ്ടും സ്നേഹത്തോടെ നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സുവിശേഷപരമായ നടപടികളിലേക്ക് നമ്മളെ നയിച്ചു കൊള്ളണമേ എന്നാണ് മാമോദീസായിൽ നമ്മളെക്കുറിച്ച് പിതാക്കന്മാര് പ്രാർത്ഥിച്ച പ്രാർത്ഥന. ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായോ? ഒരുപക്ഷെ നിങ്ങൾ പറയും അന്വർത്ഥമായില്ലെന്ന്. പക്ഷെ ഈ ക്ലാസിന്റെ അവസാനം നിങ്ങൾ പറയും ഇത് അന്വർത്ഥമാകാൻ വേണ്ടിയിട്ടാണ് സഭയിൽ ഞാൻ ഇന്ന് ആയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ആ സുവിശേഷപരമായ നടപടികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് സുവിശേഷം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. അതിൻ്റെ ചോദ്യത്തിന്റെ ഉത്തരം വേദപുസ്തകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണമെന്നാണ് ഇപ്പോൾ നമ്മൾ ഇതുവരെയും മനസ്സിലാക്കിയത്. അങ്ങനെയെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തുവാൻ തക്കവണ്ണം ഞാൻ ദൈവസന്നിധിയിൽ ദൈവവചനത്തിൽ അന്വേഷിച്ചപ്പോൾ ഒരു വചനം എനിക്ക് കഴിഞ്ഞ ദിവസം കണ്ടെത്തുവാനായിട്ട് സാധിച്ചു. പരിശുദ്ധനായ പൗലോസ്ലീഹ തീമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം, അത് 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. വചനം ഇങ്ങനെ പറയുന്നു: ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും എന്നോടുകൂടെ ചേർന്ന് ഈ വചനഭാഗം ഒന്ന് പറയണം. 2 തീമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷമെന്ന്. അങ്ങനെയെങ്കിൽ എന്താണ് സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർക്കുന്നതും ഓർമ്മിപ്പിക്കുന്നതുമാണ് സുവിശേഷം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ സുവിശേഷ വേല നമ്മൾ എവിടെയാണ് നടത്തുന്നത്? എവിടെ നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും? പ്രിയമുള്ളവരെ, നമുക്ക് ഞായറാഴ്ച ദിവസത്തെ വിശുദ്ധ കുർബാനയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. വിശുദ്ധ കുർബാനയ്ക്ക് 2 ഭാഗമുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിലെ ഒന്ന് അതിൻ്റെ രഹസ്യ ശുശ്രൂഷ, പ്രഭാത പ്രാർത്ഥന നടത്തുന്ന സമയത്ത് പുരോഹിതൻ മദ്ബഹായിൽ കയറി മറയിട്ട് നടത്തുന്ന രഹസ്യമായ ഒരുക്ക ശുശ്രൂഷ. 2-ാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് അത് പരസ്യ ശുശ്രൂഷയാണ്. നമ്മൾ വെളുതറഞ്ഞോരീശോ എന്ന പാട്ട് ചൊല്ലിക്കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാനം നിന്നെ പ്രസവിച്ച മാതാവും
നിന്നെ മാമോദീസ മുക്കിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശുശ്രൂഷക്കാരൻ ഒരു കത്തിച്ചും എഴുതിരിയും പിടിച്ച് പുരോഹിതന്റെ മുമ്പേ നടക്കും. പുരോഹിതൻ ധൂപം വീശിക്കൊണ്ട് ത്രോണോസിന് ചുറ്റുന്ന രംഗം, അതാണ് വിശുദ്ധ കുർബാന പരസ്യമായിട്ട് ആരംഭിക്കുന്ന രംഗം. ആ സമയത്ത് ഈ പുരോഹിതൻ ത്രോണോസ് ചുറ്റുന്ന സമയത്ത് നമ്മൾ മദ്ബഹായിലേക്ക് നോക്കുമ്പോൾ ത്രോണോസിൽ കാസായിലും പീലാസായിലും അപ്പവീഞ്ഞുകൾ ക്രമീകരിച്ചു വെച്ചതിന് ശേഷം ശോശപ്പായിട്ട് മൂടിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇത് സൂചിപ്പിക്കുന്നത് കർത്താവിന്റെ ബേദലഹേമിലെ ജനനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ സമയത്ത് ബേദലഹേമിൽ പിറന്നു വീണ ഉണ്ണി ഈശോയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കണം. ഇത്രയും നാളും വിശുദ്ധ കുർബാന പരസ്യമായിട്ട് ആരംഭിക്കുന്ന സമയത്ത് ഈ മദ്ബഹായിലെ ത്രോണോസിലേക്ക് നോക്കിയിട്ട് ബേദലഹേമിൽ പിറന്നു വീണ ഉണ്ണി ഈശോയെ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ പിതാക്കന്മാർ കണ്ടിട്ടുണ്ട്. അതാണ് ആ സന്ദർഭം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് സുവിശേഷം എന്ന് നമ്മൾ പഠിക്കുകയാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർക്കുന്നതും ഓർമ്മിപ്പിക്കുന്നതുമാണ് സുവിശേഷം എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ വിശുദ്ധ കുർബാനയിൽ ഈ ദാവീദിന്റെ സന്തതിയായി ജനിക്കുന്ന രംഗമാണ് വിശുദ്ധ കുർബാന പരസ്യമായിട്ട് ആരംഭിക്കുന്ന സന്ദർഭം. പ്രിയമുള്ളവരെ, അത് കഴിഞ്ഞ് കുർബാന മുൻപോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് അൻപുടയോനെ ചൊല്ലുന്ന സമയത്ത് മറ വീണ്ടും ഇടും. ആ സമയത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ അൻപുടയോനെ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കും. ചിലർ വിചാരിക്കും അത് വിശ്രമത്തിനുള്ള സമയമാണ്. ചിലരൊക്കെ നിന്ന് ക്ഷീണിച്ചിട്ട് ക്ഷീണം മാറ്റാൻ ഇരിക്കുന്ന സന്ദർഭമാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രാധാന്യമുള്ള സമയമാണ്. കർത്താവിന്റെ കാൽവറിയിലെ മരണമാണ് അവിടെ ഓർക്കുന്നത്. ആ സമയത്ത് ബലിയർപ്പിക്കുന്ന പുരോഹിതൻ ഈ അപ്പമെടുത്ത് മുറിക്കുകയാണ്. കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ മുറിക്കപ്പെട്ടതിന്റെ അനുഭവത്തിന്റെ സൂചനയായിട്ട് ഈ അപ്പം മുറിക്കുന്നു. അതിനുശേഷം അപ്പവും വീഞ്ഞുമായിട്ട് കലർത്തുന്നു. അത് മുഴുവനും കർത്താവിന്റെ കാൽവറിയിലെ പീഡാനുഭവത്തിന്റെ രംഗമാണ്. അത് ആർക്ക് വേണ്ടിയിട്ടാ? എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് കർത്താവ് കാൽവറിയിലേറ്റ പീഡാമരണം. ആ സമയത്ത് നമുക്ക് വിശ്രമിക്കാനുള്ള സമയമല്ല. ആ കർത്താവിന്റെ ക്രൂശിനോട് ചേർന്ന്, ആ ക്രൂശ് മരണത്തോട് ചേർന്ന് നമ്മളെ ചേർത്ത് നിർത്തുവാനുള്ള സന്ദർഭമാണ് ഈ അൻപുടയോനെ എന്ന പാട്ട് ചൊല്ലുന്ന സമയം. പ്രിയമുള്ളവരെ, ചില പള്ളികളിലൊക്കെയും ആ സമയത്ത് ഒരു മദ്ബഹായിലെ ശുശ്രൂഷക്കാര് മണിയടിക്കാറുണ്ട്. ഒരുപക്ഷെ രഹസ്യമായി നടക്കുന്ന ശുശ്രൂഷ ആയതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കി കാണത്തില്ല. ഈ അപ്പവും വീഞ്ഞും, അപ്പവും മുറിച്ച് വീഞ്ഞുമായി കലർത്തിയതിനു ശേഷം ഈ അപ്പം എടുത്ത് ഈ പുരോഹിതൻ കുരിശാകൃതിയിൽ ബ്ലസ് ചെയ്യുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്താണ് ഈ ശുശ്രൂഷക്കാരൻ മണിയടിക്കുന്നത്. അത് എന്തിനെയാ സൂചിപ്പിക്കുന്നത് അറിയാമോ? കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ അൻപുടയോനെ ചൊല്ലുന്ന ഈ പാട്ട് ചൊല്ലുന്ന സമയത്ത് എന്തൊക്കെ നടക്കുന്നു? കർത്താവിലെ കാൽവറിയിലെ മരണം നടക്കുന്നുണ്ട്. കർത്താവിന്റെ 3-ാം ദിവസത്തെ ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഈ സമയത്ത് മദ്ബഹായിക്കകത്ത് നടക്കുകയാണ്. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ട് വരുന്നത് എന്താണ് ഗോസ്പൽ, എന്താണ് സുവിശേഷം? പൗലോസ്ലീഹ പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അപ്പൊ ഇത്രയും നേരം കർത്താവിന്റെ ജനനം, കർത്താവിന്റെ കാൽവറിയിലെ മരണം, 3-ാം ദിവസമുള്ള ഉയർത്തെഴുന്നേൽപ്പ്. അത് കഴിഞ്ഞിട്ട് പ്രിയമുള്ളവരെ, കാസായും വീലാസായും എടുത്ത് ഉയർത്തുന്ന രംഗം നമുക്കറിയാം. അതെന്തിനെ സൂചിപ്പിക്കുന്നു? കർത്താവിന്റെ സ്വർഗാരോഹണ പെരുന്നാളിനെ സൂചിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പരിശുദ്ധ മാതാവിന്റെയും അപ്പോസ്തലന്മാരുടെയും ഒക്കെ മധ്യസ്ഥയിൽ നമ്മൾ ധൂപപ്രാർത്ഥന നടത്തുന്നു. ആ രംഗം എന്തിനെ സൂചിപ്പിക്കുന്നു? പെന്തിക്കോസ്തിയിൽ 10 ദിവസം കാത്തിരുന്നതിനെ സൂചിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് വിശുദ്ധ കുർബാന അനുഭവം എല്ലാം കഴിഞ്ഞതിന് ശേഷം കാസായും പീലാസായും എടുത്തുകൊണ്ട് പുരോഹിതൻ പടിഞ്ഞാറേക്ക് എഴുന്നള്ളും. 2 വശവും കത്തിച്ച മെഴുതിരികളുമായിട്ട് ശുശ്രൂഷക്കാരൻ നിൽക്കും. എന്തിനെ സൂചിപ്പിക്കുന്നു? കർത്താവിന്റെ 2ാമത്തെ വരവിനെ സൂചിപ്പിക്കുകയാണ്. അപ്പം വിശുദ്ധ കുർബാനയിൽ ആദ്യോടന്തം കർത്താവിന്റെ ഈ മനുഷ്യാവതാര സംഭവം മുഴുവനും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അച്ഛനൊരു സമവാക്യം നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോവുകയാണ്. സുവിശേഷപരമായ നടപടികളിലേക്ക് നയിക്കപ്പെടുവാൻ വേണ്ടിയിട്ടാണ് എന്നെയും നിങ്ങളെയും മാമോദീസ മുക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ സുവിശേഷം എന്താണെന്ന് നമ്മളിപ്പോൾ പഠിച്ചു. എന്താണ്? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അല്ലെങ്കിൽ അതിനെ ഓർമ്മിപ്പിക്കുക. അതാണ് സുവിശേഷം. അങ്ങനെയെങ്കിൽ ആ സുവിശേഷം നടക്കുന്ന സ്ഥലമാണ് പരിശുദ്ധ ദേവാലയത്തിലെ
വിശുദ്ധ കുർബാനയുടെ സന്ദർഭം. അങ്ങനെയെങ്കിൽ ഒരു സമവാക്യം ഇതിന്റെ വെളിച്ചത്തിൽ അച്ഛൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. വിശുദ്ധ കുർബാന ഈസ് ഈക്വൽ ടു സുവിശേഷം. ഗോസ്പൽ ഈസ് ഈക്വൽ ടു ഹോളി കുർബാന. ഇത് ഇത്രയും കേട്ടതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ സമവാക്യം പറയുന്നത്. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അതൊരു സുവിശേഷ വേലയാണ്. അപ്പൊ സുവിശേഷപരമായ നടപടികളിലേക്ക് നമ്മളെ നയിച്ചുകൊള്ളണമേ എന്ന് പിതാക്കന്മാര് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അന്വർത്ഥമാകുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഞായറാഴ്ച ദിവസം എവിടെ വരുന്നത്? വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുവാനായിട്ട് കടന്നു വരുന്നത്. അപ്പൊ ഈ കുർബാന എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കർത്താവിന്റെ കാൽവറിയിലെ മരണം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മനുഷ്യജാതി പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവ് ബലിയായി തീർന്നു. ആ ബലിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ടുള്ള ആ വലിയ കടം ആര് വീട്ടി? കർത്താവ് വീട്ടി. അങ്ങനെയെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി കടം വീട്ടിക്കഴിഞ്ഞെങ്കിൽ കർത്താവിന് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? കടപ്പെട്ടിരിക്കുന്നു. അപ്പം കർത്താവിന് നമ്മൾ കടം തിരിച്ചു കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരു വ്യക്തി എനിക്ക് സാമ്പത്തികമായിട്ടൊരു ആവശ്യം വന്ന് എന്നെ സഹായിച്ചെങ്കിൽ, തക്ക സമയത്ത് നിങ്ങൾ എനിക്ക് ഉപകരിച്ചെങ്കിൽ ഞാൻ പിന്നീട് അത് നിങ്ങൾക്ക് തന്നു വീട്ടണം. അപ്പോൾ കർത്താവിന് നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞായറാഴ്ച ദിവസത്തെ പറയുന്ന കടവുള്ള ദിവസം എന്നാ പറയുന്നത്. ഞായറാഴ്ച ദിവസം വിശുദ്ധ കുർബാനയിൽ നമ്മൾ സംബന്ധിച്ചില്ലെങ്കിൽ അത് നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടുന്ന ആ പാപം നമ്മൾ ഏറ്റുപറയണമെന്നാണ് പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത്. ഞായറാഴ്ച ഒരു ദിവസം വിശുദ്ധ കുർബാനയെ നമ്മൾ സംബന്ധിച്ചില്ലെങ്കിൽ അത് കുമ്പസാരിച്ച് ഏറ്റുപറയേണ്ടുന്ന പാപമാണെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. കാരണം മനസ്സിലായോ? കർത്താവ് നമ്മുടെ കടം വീട്ടിയ ആ കടം കർത്താവിന് തിരിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം നമ്മൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കേണ്ടുന്ന ദിവസമാണ് ഞായറാഴ്ച ദിവസം. അതാണ് കടവുള്ള ദിവസം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞായറാഴ്ച ദിവസം ആരാധന മിസ്സായി കഴിഞ്ഞാൽ അടുത്ത ഏതെങ്കിലും ദിവസങ്ങളിൽ നമ്മൾ ആരാധനയെ സംബന്ധിച്ച് കടം വീട്ടാറുണ്ടോ? അടുത്ത ഞായറാഴ്ചയ്ക്ക് മുമ്പ് കുമ്പസാരിച്ച് ഏറ്റുപറയാറുണ്ടോ? ഇത് വല്ലതും നടക്കുന്നുണ്ടോ? ഇവിടെയാണ് പ്രിയമുള്ളവരെ മാർത്തോമാ സഭക്കാരെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു. എന്താ കാര്യം എന്നറിയാമോ? ഞായറാഴ്ച ദിവസം അവരൊരു കാര്യവും അനുവദിക്കത്തില്ല. നിങ്ങൾക്കറിയാമോ ഞായറാഴ്ച അവർ കല്യാണത്തിന് അനുവദിക്കുവോ? അനുവദിക്കത്തില്ല. ബന്ധിക്കോസുകാരെ നോക്കി പഠിക്കണം. അവര് ഞായറാഴ്ച ഏതെങ്കിലും ഒരു കല്യാണത്തിന് പോകുമോ? ഈയിടെ എൻ്റെ ഇടവകയിൽ ഒരു കുടുംബത്തിലൊരു കല്യാണം ഉണ്ടായിരുന്നു. ആ കുടുംബത്തിലെ ഒരു സഹോദരൻ ബന്ധിക്കോസ് വിഭാഗത്തിലാണ്. അപ്പൊ എല്ലാവരുടെയും സൗകര്യം നോക്കി ഞായറാഴ്ച കല്യാണം വെക്കാമെന്ന് ആഗ്രഹിച്ചു. ഉടനെ ആ പിതാവ് പറഞ്ഞു, അച്ഛാ പറ്റത്തില്ല, തിങ്കളാഴ്ച വേണം. ഞാൻ ചോദിച്ചു അതെന്താ കാര്യം? അത് എൻ്റെ സഹോദരൻ ബന്ധിക്കോസിലാണ്, അവൻ ഞായറാഴ്ച കല്യാണത്തിന് വരത്തില്ല, അതുകൊണ്ട് അവനും സമ്മതിച്ചില്ലെങ്കിൽ അതെനിക്ക് പ്രയാസമാണ്, അതുകൊണ്ട് നമുക്ക് തിങ്കളാഴ്ചത്തേക്ക് മാറ്റാമെന്ന്. പ്രിയമുള്ളവർ, എന്താണ് ഇത്? കടവുള്ള ദിവസമാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ സഭ ഒന്ന് പുനർവിചിന്തനം ചെയ്യണമെന്ന് തന്നെയാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. ഞായറാഴ്ച ദിവസത്തെ ഈ വിശുദ്ധ കുർബാനയല്ലാത്ത മറ്റു കാര്യങ്ങളെല്ലാം മാറ്റണം. കാരണം നമ്മളൊരു കല്യാണം വെക്കുമ്പോൾ ആ കുടുംബത്തിലുള്ളവർക്ക് ഞായറാഴ്ച വിശുദ്ധ ആരാധനയെ സംബന്ധിക്കാൻ പറ്റുമോ? ആ കല്യാണത്തിന് ക്ഷണിക്കപ്പെടുന്നവർക്ക് ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് സംബന്ധിക്കാൻ പറ്റുമോ? ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന നെല്ലിക്കുന്നം ദേവാലയയിൽ, ഞാൻ തുമ്പോണാണ് താമസിക്കുന്നത്, കുണ്ട്രയാണ് എൻ്റെ വീടെങ്കിലും, ഞാനൊരു ദിവസം ഞായറാഴ്ച പള്ളിയിലേക്ക് പോകാനായിട്ട് രാവിലെ ബസ്സിൽ പോവുകയാണ്. അടൂരായപ്പോൾ ഒരു മനുഷ്യൻ എൻ്റെ മുമ്പിൽ കയറിയിരുന്നു. പുറകുവശം കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു പരിചയമുള്ള പോലെ, ബാക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല. ചെങ്ങന്നൂർ സ്റ്റാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തൊരു വണ്ടിയാണ്. നമുക്കറിയാം വലിയ വണ്ടിയിൽ വലിയ ആൾക്കാരൊന്നുമില്ല, 2-3 പേരേ ഉള്ളൂ. ഈ മനുഷ്യൻ കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വന്ന സമയത്ത് 1000-ന്റെ നോട്ട് എടുത്ത് കൊടുത്തിട്ട് തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് ചോദിച്ചു. അപ്പം കണ്ടക്ടർ പറഞ്ഞു, സാറേ എൻ്റെ ഈ ബാലൻസ് തരാനില്ല. ചെങ്ങന്നൂന്ന് കയറിയപ്പം തന്നെ 2 പേര് 1000-ന്റെ അടുത്ത് കാണിച്ചു, 1000-ന്റെ 2 നോട്ടാ തന്നേക്കുന്നത്, അവരും തിരുവനന്തപുരമാണ്, ഇവർക്ക് ഞാൻ ബാലൻസ് കൊടുക്കണം, അതുകൊണ്ട് ചില്ലറ തരാമെന്ന്. എൻ്റെ ദൈവമേ, ചുരുക്കമായിട്ട് പറയട്ടെ, ഈ മനുഷ്യൻ വളരെയധികം ഈ കണ്ടക്ടറോട് അങ്ങ് കോപിക്കുകയായിരുന്നു. പറയരുതാത്ത കാര്യങ്ങളൊക്കെ ഇദ്ദേഹം അങ്ങ് പറഞ്ഞു. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വരചേർച്ച ഉടക്കമുണ്ടായി. കണ്ടക്ടർ അവസാനം മാറിയിരുന്നു. ഞാൻ കൊട്ടാരക്കര ഇറങ്ങാൻ നേരം ഞാൻ ഓർത്ത് ഈ മനുഷ്യന്റെ മുഖം ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാൻ മുമ്പിൽ കൂടെ ഇറങ്ങാനായിട്ട് പോയി ഇങ്ങനെ നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായത് എനിക്ക് വളരെ പരിചയമുള്ള ഒരു മനുഷ്യനാണ് അടുവെന്ന് കയറിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, അച്ഛൻ എവിടെ പോവുക?
ഞാൻ തിരുവനന്തപുരത്ത് പോകുക ഞായറാഴ്ച. എന്താ വിശേഷം? ഒരു കല്യാണമുണ്ട്, അതിൽ സംബന്ധിക്കുവാനായിട്ട്. പ്രിയമുള്ളവരെ, ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഓർക്കുന്നു, ആ കല്യാണം ഞായറാഴ്ച തിരുവനന്തപുരത്ത് ഇല്ലായിരുന്നുവെങ്കിൽ ഈ മനുഷ്യൻ ഈ ഞായറാഴ്ച വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമായിരുന്നു. ഈ ഞായറാഴ്ച ഒരു സാക്ഷ്യമുള്ള ഒരു ജീവിതം നയിക്കേണ്ടുന്ന വ്യക്തി ഈ ബസ്സിൽ വെച്ച് ഇത്രയും മോശമായ രീതിയിൽ സംസാരിക്കേണ്ടി വരികയില്ലായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ പഠിക്കണം. ഇത് കടവുള്ള ദിവസമാണ്. ഇത് കർത്താവിന് കടം വീട്ടുവാനുള്ള ദിവസമാണ്. ഏതെങ്കിലും കാരണവശാൽ നമുക്ക് അങ്ങനെയുള്ള ദിവസങ്ങളിൽ പോകണമെന്നുണ്ടെങ്കിൽ പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അത് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച ദിവസം എവിടെയാണോ വിശുദ്ധ കുർബാനയുള്ളത്, ദേവാലയത്തിൽ പോയി കടം വീട്ടണം. ഇല്ലെങ്കിൽ അടുത്ത ഞായറാഴ്ചയ്ക്ക് മുമ്പ് കുമ്പസാരിച്ച് ഏറ്റുപറയണം. ഈ ഒരു ബോധ്യം, വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ഒരു സീരിയസ്നെസ് എനിക്കും നിങ്ങൾക്കും ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് കുറച്ചും കൂടെ അനുഭവമായി, ഹൃദ്യമായി ആസ്വദിക്കുവാൻ, അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വിശുദ്ധ കുർബാന ഈസ് ഈക്വൽ ടു ഗോസ്പൽ, സുവിശേഷം. അത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിൽ 3 വിശുദ്ധ കുർബാനകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ സഭാ ജീവിതത്തിൽ. നമ്മൾ ഞായറാഴ്ച കാണുന്ന 3 കുർബാനയോ 5 കുർബാനയോ 7 കുർബാനയെ കുറിച്ചല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എടുത്തുകൊണ്ട് വരുന്ന ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചാണ്. ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിൽ 3 വിശുദ്ധ കുർബാനകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്താ വിശുദ്ധ കുർബാനയെ നമ്മൾ പഠിച്ചു? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാണ് സുവിശേഷം, അതാണ് വിശുദ്ധ കുർബാന. ഇത് നടക്കുന്ന സ്ഥലമാണ് പരിശുദ്ധ ദേവാലയം. ആ ദേവാലയത്തിൽ നടക്കുന്ന വിശുദ്ധ കുർബാന, അതാണ് സുവിശേഷപരമായ നടപടികളിലേക്ക് നമ്മൾ നയിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, 3 വിശുദ്ധ കുർബാനയെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് 24 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വിശുദ്ധ കുർബാനയാണ്. അതാണ് ഞായറാഴ്ച ദിവസം ഞാനും നിങ്ങളും സംബന്ധിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, 24 മണിക്കൂർ ദൈർഘ്യമുള്ള വിശുദ്ധ കുർബാന എന്ന് അച്ഛൻ പറഞ്ഞതിന്റെ കാരണം എന്താ? ഞങ്ങളുടെ പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് 1.25 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഇതിക്കൊള്ളൊന്നും എടുക്കാറില്ലല്ലോ. അല്ലെങ്കിൽ പ്രഭാത നമസ്കാരവും കൂടെ കൂട്ടിയാൽ 2-2.5 മണിക്കൂറല്ലേ ഞായറാഴ്ച എടുക്കാറുള്ളൂ. പിന്നെ എന്താണ് 24 മണിക്കൂർ ദൈർഘ്യം എന്ന് പറഞ്ഞത്? നമുക്കറിയാം, നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് എപ്പോഴാണ്? തലേ ദിവസം വൈകിട്ട് സന്ധ്യയ്ക്ക് 6 മണിക്ക് തുടങ്ങുന്നു. ആ ദിവസം അവസാനിക്കുന്നത് എപ്പോഴാണ്? പിറ്റേ ദിവസം വൈകിട്ട് 6 മണിക്ക്. അങ്ങനെയെങ്കിൽ എത്ര മണിക്കൂറുണ്ട്? 24 മണിക്കൂറുണ്ട്. അപ്പൊ ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് വിശുദ്ധ കുർബാന ആരംഭിക്കുന്നു. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടുകൂടി വിശുദ്ധ കുർബാന പര്യവസാനിക്കുന്നു. പ്രിയമുള്ളവരെ, അതിൻ്റെ ഒരു ഭാഗമാണ് ദേവാലയത്തിലെ ശുശ്രൂഷ. അത് കഴിഞ്ഞ് നമ്മൾ സൺഡേ സ്കൂളിലേക്ക് ഇറങ്ങുന്നു, യുവന പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങുന്നു, പ്രാർത്ഥനയോഗത്തിലേക്ക് ഇറങ്ങുന്നു, വായനകളിലേക്ക് ഇറങ്ങുന്നു, ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു, ഇടവകയിലെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങുന്നു. അതെല്ലാം എന്തിനാണെന്നറിയാമോ? ഈ കുർബാനയിലൂടെ കിട്ടിയ അനുഗ്രഹങ്ങളെ പകർന്നു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ആധ്യാത്മിക സംഘടനകളെല്ലാം ഈ ഞായറാഴ്ച ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങൾ ഇടവകയിലെ ഓരോ പ്രസ്ഥാനങ്ങളിലേക്ക്, അവിടെ കടന്നു വരുന്നവരിലേക്ക് അല്ലെങ്കിൽ ഭവനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു സന്ദർഭമാണ് ഈ ആധ്യാത്മിക സംഘടനകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഒന്നാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് എത്ര മണിക്കൂർ ദൈർഘ്യമുണ്ട്? 24 മണിക്കൂർ ദൈർഘ്യമുണ്ട്. ആ കുർബാന ശനിയാഴ്ച വൈകിട്ട് സന്ധ്യയ്ക്ക് തുടങ്ങുന്നു, ഞായറാഴ്ച വൈകിട്ട് സന്ധ്യയ്ക്ക് അവസാനിക്കുന്നു. അങ്ങനെയെങ്കിൽ ശനിയാഴ്ച രാത്രിയിലെ സീരിയൽ കാണാനായിട്ട് പറ്റുമോ? ഞായറാഴ്ച വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നാൽ ഉടനെ TV ഓണാക്കാനായിട്ട് പറ്റുമോ? ഇത് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നോട് പ്രയാസം തോന്നുമായിരിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധ്യം തരണം. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് തുടങ്ങിയ വിശുദ്ധ കുർബാന സംബന്ധിക്കുന്ന ഞാൻ ഞായറാഴ്ച വൈകിട്ടത്തെ 6 മണിയോടുകൂടിയാണ് കുർബാന പൂർത്തീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കുർബാനയുടെ അനുഭവത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യങ്ങളിലേക്കും നമ്മൾ പോകുവാനായിട്ട് പാടില്ല. പഴയ കാലത്തൊക്കെ കുളിക്കുവാനായിട്ട് കിണറൊക്കെ പൊതുസ്ഥലങ്ങളിലായിരുന്നു. നമ്മുടെ പിതാക്കന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചു കഴിഞ്ഞാൽ 3 മണി കഴിയാതെ കുളിക്കാൻ പാടില്ലെന്ന്. അന്നൊന്നും അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല.
കാരണം ഈ പൊതു കിണറിന്റെ സ്ഥലത്ത് അനേകം പുറജാതികളും അവരൊക്കെ വരുന്ന സ്ഥലമാണ്. വിശുദ്ധ കുർബാന അനുഭവിച്ച് കുർബാനയെ സംബന്ധിച്ച് വിശുദ്ധരായിരിക്കുന്ന നമ്മൾ ഈ അശുദ്ധി നിറഞ്ഞ സ്ഥലത്തിലേക്ക് ഇറങ്ങിപ്പോവാൻ പാടില്ല. അത് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ വളരെയധികം എഫേർട്ട് അതിന്റെ പിന്നിൽ ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ബോധ്യങ്ങളൊക്കെ നമുക്കിന്ന് കൈവിട്ടു പോയിരിക്കുകയാണ് പ്രിയമുള്ളവരെ. പോകട്ടെ, ഒന്നാമത് ഞാൻ പറഞ്ഞു, നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിൽ സുവിശേഷം ഈസ് ഈക്വൽ ടു വിശുദ്ധ കുർബാന. ആ വിശുദ്ധ കുർബാനയ്ക്ക് മൂന്ന് വിശുദ്ധ കുർബാനയുണ്ടെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് 24 മണിക്കൂർ ദൈർഘ്യമാണുള്ളത്. ശനിയാഴ്ച വൈകിട്ട് സന്ധ്യയ്ക്ക് തുടങ്ങുന്നു, ഞായറാഴ്ച വൈകിട്ട് സന്ധ്യയ്ക്ക് അവസാനിക്കുന്നു. രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് 52 ആഴ്ചയുടെ ദൈർഘ്യമാണുള്ളത്. 52 ആഴ്ച എന്ന് പറയുമ്പോൾ എത്ര ദിവസമാണെന്ന് നിങ്ങൾക്ക് അറിയാം? 365 ദിവസം. അങ്ങനെയെങ്കിൽ എത്ര വർഷമാണെന്ന് നിങ്ങൾക്കറിയാം? 1 വർഷം. 52 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെയാണ് നമ്മുടെ സഭാവിശ്വാസികൾ കടന്നു പോകുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിനകത്ത് ആഴപ്പെട്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. സുവിശേഷം എന്ന് പറയുന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുന്നതാണ് സുവിശേഷം. ആ സുവിശേഷം നമ്മൾ കാണുന്നത് എവിടെയാണ്? വിശുദ്ധ കുർബാനയിലാണ് കാണുന്നത്. എങ്ങനെ? യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാര സംഭവം മുഴുവനും ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ 52 ആഴ്ച നീണ്ടു നിൽക്കുന്ന നമ്മുടെ സഭാ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ അതിന്റെ തുടക്കം കൂദോശീത്തോ ഞായറാഴ്ചയിലാണ് തുടങ്ങുന്നത്. അത് അവസാനിക്കുന്നത് സ്ലീബാ പെരുന്നാളിന് ശേഷമുള്ള 8, 7, 9 ആഴ്ചയിൽ ഈ 52ാമത്തെ ആഴ്ച അവസാനിക്കും. അങ്ങനെയെങ്കിൽ ഈ 52 ആഴ്ചയും നമ്മൾ ചെയ്യുന്ന ഓരോ ആഴ്ചയിലും കർത്താവിൻ്റെ ഈ മനുഷ്യാവതാര സംഭവങ്ങൾ ഇങ്ങനെ ഓർത്തുകൊണ്ട് വരികയാണ്. അതിനോടനുബന്ധിച്ചുള്ള ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓർത്ത് വരികയാണ്. കൂദോശീത്തോ ഞായറാഴ്ച കഴിഞ്ഞു, ഹൂദോശീത്തോ ഞായറാഴ്ച കഴിഞ്ഞു. അത് കഴിഞ്ഞോട്ട് വരുമ്പോൾ സക്രിയായുള്ള അറിയിപ്പിന്റെ ഞായറാഴ്ച, ദൈവമാതാവിനുള്ള അറിയിപ്പിന്റെ ഞായറാഴ്ച. അത് കഴിഞ്ഞ് മറിയാം എലിസബത്തിനെ കാണാൻ പോകുന്നു. ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് ഡിസംബർ മാസം 25-ാം തീയതി കർത്താവിന്റെ ജനനം. അത് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച നമ്മൾ എന്താ ഓർത്തത്? മിസ്രൈമിലേക്കുള്ള ഓടിപ്പോക്ക്. അത് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച നമ്മൾ എന്തോർത്തു? കർത്താവിന്റെ 12ാമത്തെ വയസ്സിലെ ദേവാലയത്തിൽ വെച്ച് താൻ മിസ്സാകുന്നു മാതാപിതാക്കൾക്ക്. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്നു ജനുവരി 6 കർത്താവിന്റെ മാമോദീസ പെരുന്നാള്. ഇങ്ങനെ നോക്കുമ്പോൾ ഇനി മുതൽ നിങ്ങൾ ഓരോ ഞായറാഴ്ചയും ശ്രദ്ധിച്ചു നോക്കിക്കൂ. ഓരോ ഞായറാഴ്ചയും നമ്മൾ പരിശോധിക്കുമ്പോൾ കർത്താവിന്റെ മനുഷ്യാവതാരത്തിലെ സംഭവങ്ങളെ ഓരോന്നും ഓർക്കുവാൻ വേണ്ടി പിതാക്കന്മാര് ഈ 52 ആഴ്ചയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 52 ആഴ്ചയിലും നമ്മൾ ചെയ്യുന്നത് എന്താണ്? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. ഇപ്പൊ നമ്മള് ദാവീദിന്റെ സന്തതിയായി ജനിച്ച കാര്യം മാത്രമേ ഡിസംബർ 25-ാം തീയതി ഓർത്തുള്ളൂ. ഇനിയും മരിക്കുന്ന കാര്യം ഏപ്രിൽ മാസം 3-ാം തീയതി ദുഃഖവെള്ളിയാഴ്ച നമ്മൾ ഓർക്കുന്നു. അത് കഴിഞ്ഞ് 5-ാം തീയതി കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മൾ ഓർക്കുന്നു. അത് കഴിഞ്ഞ് 40 ദിവസം കഴിഞ്ഞ് കർത്താവിന്റെ സ്വർഗാരോഹണ പെരുന്നാൾ നമ്മൾ ഓർക്കുന്നു. അത് കഴിഞ്ഞ് വരുന്ന 10 ദിവസം കഴിയുമ്പോൾ ബെന്തിക്കോസ്തി നമ്മൾ ഓർക്കുന്നു. ഇങ്ങനെ ഒരു മുല്ലപ്പൂ മാല ഇങ്ങനെ കോർത്തിടുന്നത് പോലെ 52 ആഴ്ചകളിലായിട്ട് കർത്താവിന്റെ ഈ മനുഷ്യാവതാര സംഭവങ്ങൾ സഭ ഓർക്കുന്നു. അതെവിടെയാണ് ഓർക്കുന്നത്? വിശുദ്ധ ദേവാലയത്തിലെ വിശുദ്ധ ആരാധനയിലാണ് അത് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ 52 ആഴ്ചയും നമ്മൾ എന്തോത്തിൽ സംബന്ധിക്കുന്നു? സുവിശേഷപരമായ നടപടികളിലേക്ക് നമ്മൾ നയിക്കപ്പെടുവാനായിട്ടാണ് സഭ ഈ 52 ആഴ്ചയും ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തു വെച്ചിരിക്കുന്നത്. 2 വിശുദ്ധ കുർബാനയെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒന്ന് 24 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വിശുദ്ധ കുർബാന. 2 52 ആഴ്ച നീണ്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ 365 ദിവസം, അല്ലെങ്കിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന മറ്റൊരു വിശുദ്ധ കുർബാന. മൂന്നാമതൊരു വിശുദ്ധ കുർബാനയുണ്ട്. അത് നമ്മുടെ ജീവിതമാകുന്ന വിശുദ്ധ കുർബാന. റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് അർപ്പിപ്പീൻ. അപ്പൊ വിശുദ്ധ കുർബാനയിൽ എന്താ നമ്മൾ കാണുന്നത്? ഒരു ബലിയർപ്പണമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതവും എന്തോ ആകണം?
ഒരു ബലിയർപ്പണമായിട്ട് മാറണം. ഈ ബലിയർപ്പണം തുടങ്ങുന്നത് ഈ മാമോദീസ തൊട്ടിയിലെ മാമോദീസ കൂദാശയിലൂടെയാണ്. ആ കൂദാശയിൽ തുടങ്ങുന്നു. ഈ ലോകത്തിൽ നിന്ന് ഞാൻ നിങ്ങളും മാറ്റപ്പെടുന്നതോടുകൂടി ഈ കൂദാശ പൂർത്തീകരിക്കുന്നു. നമുക്കറിയാം, കൂദാശ നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു കാർമ്മികൻ ആവശ്യമാണ്, ഒരു പുരോഹിതൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, നമ്മളെല്ലാവരും രാജകീയ പുരോഹിത വർഗമാണെന്ന്. നമ്മളെല്ലാവരും പുരോഹിതന്മാരും പുരോഹിതകളുമാണ്. നമുക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കാം, പക്ഷേ ഈ മദ്ബഹായിലെ ത്രോണോസിൽ കയറി അർപ്പിക്കാനല്ല അനുവാദം തന്നിരിക്കുന്നത്. പൗലോസ്ലീഹ പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും, ദൈവത്തിന്റെ മന്ദിരമാണ്. ഇതൊരു ത്രോണോസാണ്. ഈ ത്രോണോസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ദൈവത്തിന് ബലിയർപ്പിക്കുവാൻ വേണ്ടി. ആരെ തന്നെ? നമ്മളെ തന്നെ ബലിയർപ്പിക്കുവാനായിട്ട്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർക്കുന്ന ഒരു ജീവിത അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഈ മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിനെ ഓർത്തുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ, നമ്മൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു? വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് മാമോദീസായിൽ തുടങ്ങുന്നു, മരണത്തോടുകൂടി അവസാനിക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും അച്ഛൻ ഈ പറഞ്ഞ 3 വിശുദ്ധ കുർബാനയെ കുറിച്ച്. പ്രിയമുള്ളവരെ, നമ്മൾ ഇതുവരെയും പഠിച്ചുകൊണ്ടുവരുന്നത്, മനസ്സിലാക്കിക്കൊണ്ടുവരുന്നത് എന്താണ് മാമോദീസായിൽ നമുക്ക് വേണ്ടി നമ്മുടെ പിതാക്കന്മാര് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ അർത്ഥം, അനുഭവം. സുവിശേഷപരമായ നടപടികളിലേക്ക് നമ്മളെ നയിക്കണമേ എന്നാണ്. അതെന്താണെന്ന് നമ്മൾ പഠിച്ചു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാണ് സുവിശേഷമെന്ന്. ഈ സുവിശേഷം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് വിശുദ്ധ കുർബാനയിലാണ്, ആരാധനയിലാണ് നമുക്കതേ കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതമാകുന്ന വിശുദ്ധ കുർബാന നമുക്കൊന്ന് മാറ്റിവെക്കാം. അത് നമ്മൾ ഓരോരുത്തരും അർപ്പിക്കേണ്ടുന്ന വിശുദ്ധ കുർബാനയാണ്. എന്നാൽ ഞാൻ ആദ്യവും രണ്ടാമതും പറഞ്ഞ ആ വിശുദ്ധ കുർബാന 24 മണിക്കൂർ ദൈർഘ്യമുള്ള വിശുദ്ധ കുർബാന, 52 ആഴ്ച നീണ്ടു നിൽക്കുന്ന വിശുദ്ധ കുർബാന, 52 ആഴ്ചയിൽ ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച 11ാമത്തെ ആഴ്ച നമ്മൾ പിന്നിട്ടിരിക്കുകയാണ്. ഈ 52 ആഴ്ചകളും നമ്മളിങ്ങനെ ഓർക്കുന്നതിൻ്റെ അവസാനത്തെ ഓർമ്മയാണ് നമ്മൾ ജനുവരി മാസം 6-ാം തീയതി ദനഹാ പെരുന്നാളിലൂടെ, കർത്താവിൻ്റെ മാമോദീസ പെരുന്നാളിലൂടെ കൊണ്ടാടിയത്. അത് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച, അതായത് കഴിഞ്ഞ ഞായറാഴ്ച, ദനഹാ പെരുന്നാളിന് ശേഷമുള്ള 1-ാമത്തെ ഞായറാഴ്ച എന്ന പേരിൽ അറിയപ്പെടുന്ന ഞായറാഴ്ച, കഴിഞ്ഞ ഞായറാഴ്ച നമ്മളെല്ലാവരും ദേവാലയത്തിൽ സംബന്ധിച്ചു. ആ ദനഹായ്ക്ക് ശേഷമുള്ള 1-ാമത്തെ ഞായറാഴ്ച പിതാക്കന്മാര് നമുക്ക് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും തന്നിരിക്കുന്ന ആ വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാനൊന്ന് കൊണ്ടുവരികയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 12 മുതൽ 22 വരെയുള്ള വേദഭാഗമാണ് ഈ ദനഹാ പെരുന്നാളിന് ശേഷം നമ്മൾ വായിച്ചു കേട്ടത്. നമുക്കറിയാം, 24 മണിക്കൂർ ദൈർഘ്യമുള്ള വിശുദ്ധ കുർബാനയ്ക്ക് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, വിശുദ്ധ കുർബാന പരസ്യമായിട്ട് ആരംഭിക്കുമ്പോൾ അതിന് 2 ഭാഗങ്ങൾ നമുക്ക് അവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കും. ഈ മദ്ബഹായിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പ്രധാന മദ്ബഹായിൽ നമുക്ക് 2 ത്രോണോസ് കാണുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, ഒരു ത്രോണോസ് അല്ലേ ഇത്ര നാൾ ഞങ്ങൾ മദ്ബഹായിൽ കണ്ടിട്ടുള്ളതെന്ന്. എന്നാൽ പ്രിയമുള്ളവരെ, ആ മദ്ബഹായിൽ ഒരു ത്രോണോസും കൂടെ ഉണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ ഇപ്പോൾ കാണുന്ന മെയിൻ ത്രോണോസ് എന്ന് പറയുന്നത് അവതരിക്കപ്പെട്ട ദൈവം ഇറങ്ങി വസിക്കുന്ന 1-ാമത്തെ ത്രോണോസ് ആണ് വിശുദ്ധ മദ്ബഹായിൽ. 2-ാമതൊരു ത്രോണോസ് ഉണ്ട്, എഴുതപ്പെട്ട വചനം ഇറങ്ങി വസിക്കുന്ന 2-ാമത്തെ ത്രോണോസായ വിശുദ്ധ ഏവങ്കേല്യോൻ മേശ. ഏവങ്കേല്യോൻ മേശയിൽ അവിടെ വെച്ചിരിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് വിശുദ്ധ ഏവങ്കേല്യോൻ വായിക്കുന്ന പുസ്തകമാണ്. അത് ദൈവത്തിന്റെ വചനമാണ്, അത് എഴുതപ്പെട്ട വചനമാണ്. ആ വചനം ഇറങ്ങി വസിച്ച 1-ാമത്തെ ത്രോണോസാണ് അത്. 2-ാമത് നമ്മൾ ബലിയർപ്പിക്കുന്ന മറ്റൊരു ത്രോണോസ്, അത് അവതരിക്കപ്പെട്ട ദൈവം വസിക്കുന്ന 2-ാമത്തെ ത്രോണോസ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പരസ്യമായ വിശുദ്ധ കുർബാനയ്ക്ക് 2 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന്, ബ്രേക്കിംഗ് ദ വേർഡ് ആൻഡ് ബ്രേക്കിംഗ് ദ ബ്രെഡ്. വചനം മുറിക്കുക, അപ്പം മുറിക്കുക. ഇത് രണ്ടും വിശുദ്ധ കുർബാനയിൽ നടക്കുന്ന 2 കാര്യങ്ങളാണ്. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന്
പഠിക്കുവാൻ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് തരാൻ പോവുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ എമ്മാവോസ് ജേർണി എന്ന് പറഞ്ഞൊരു വേദഭാഗം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ഏവർക്കും പരിചിതമായ ഒരു വേദഭാഗമാണ്. അവിടെ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം നിരാശപ്പെട്ട് കടന്നു പോകുന്ന 2 ശിഷ്യന്മാരുടെ കൂടെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് 7 നാഴിക ദൂരം നടക്കുന്ന രംഗം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ശിഷ്യന്മാർക്ക് കർത്താവിനെ മനസ്സിലായില്ല. കർത്താവ് അവരോടുമായിട്ട് സംഭാഷണമൊക്കെ നടത്തി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം 7 നാഴിക ദൂരം പിന്നിടുന്ന സമയത്ത് സന്ധ്യയായപ്പോൾ ഈ ശിഷ്യന്മാർ പറഞ്ഞു, ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ നടന്നതല്ലേ, ഇന്ന് രാത്രി ഞങ്ങളുടെ സ്പെൻഡ് ചെയ്താട്ടെ, ചെലവഴിച്ചാട്ടെ എന്ന് പറഞ്ഞു. കർത്താവ് ആ ക്ഷണം സ്വീകരിച്ച് അവരുടെ കൂടെ രാത്രി ചെലവഴിച്ചപ്പോൾ അവർ കർത്താവിന് ഭക്ഷിക്കുവാനായിട്ട് അപ്പം എടുത്ത് കൊടുക്കുന്ന രംഗം നമുക്കവിടെ കാണാം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. കർത്താവ് അത് ഉടനെ മേടിച്ചങ്ങ് ഭക്ഷിച്ചില്ല. അത് ബ്ലസ് ചെയ്ത് അത് വാഴ്ത്തി അനുഗ്രഹിച്ച ശേഷം അവർക്ക് തന്നെ അത് ഭക്ഷിക്കുവാൻ കൊടുത്തു. അത് അവർ ഭക്ഷിച്ച സമയത്ത് ആ വേദഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും, അവരുടെ കണ്ണ് തുറന്ന് അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു എന്ന്. പ്രിയമുള്ളവരെ, അപ്പം വിശുദ്ധ കുർബാന അനുഭവത്തിൽ എന്ത് നടക്കണം? കണ്ണ് തുറക്കണം. ആരെ കാണണം? യേശുവിനെ കാണണം. ഇത്രയും നാളായിട്ടും വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ട് നമ്മുടെ കണ്ണ് തുറന്ന് യേശുവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, അവർക്കത് എന്തുകൊണ്ട് സാധിച്ചു എന്ന് അവരവിടെ പറയുന്നുണ്ട്. ഈ 7 നാഴിക ദൂരം കർത്താവ് ഇവരുടെ കൂടെ നടന്ന് വെറുതെ കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ട് നടക്കുകയല്ലായിരുന്നു. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ മുതലുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പൊ അവരവിടെ പറയുന്നൊരു കാര്യമുണ്ട്, വഴിയിൽ വെച്ച് അവൻ ഈ വചനം വ്യാഖ്യാനിച്ചു തന്നപ്പോൾ നമ്മുടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന്. അപ്പൊ ദൈവവചനം മുറിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു കത്തലുണ്ടായി. ആ കത്തലിന്റെ അവസാനമാണ് അവർക്ക് കണ്ണു തുറന്ന് യേശുവിനെ കാണുവാനായിട്ട് സാധിച്ചത്. അപ്പം നമുക്ക് വിശുദ്ധ കുർബാനയിൽ ഒന്നാമത്തെ ത്രോണോസായ എഴുതപ്പെട്ട വചനം വസിക്കുന്ന ഏവെങ്കിലും മേശ നമുക്ക് തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവവചനം മുറിച്ച് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ ദൈവവചനം മുറിച്ച് കൊടുക്കുമ്പോൾ അത് കേൾക്കുന്നവരുടെ ഉള്ളിൽ ഒരു കത്തലുണ്ടാകണം. ആ കത്തലുണ്ടായതിനു ശേഷം വിശുദ്ധ കുർബാന അനുഭവിക്കണം. അപ്പോൾ നമ്മുടെ കണ്ണ് തുറക്കും. അപ്പൊ ഇപ്പം കണ്ണ് തുറക്കാത്തതിന്റെ കാരണം എന്താ? നമ്മുടെ സഭയിൽ വചനമൊക്കെ മുറിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷേ ആ വചനം മുറിക്കുന്നു, നമ്മുടെ ഉള്ളിൽ എന്തോ നടക്കുന്നില്ല, കത്തല് നടക്കുന്നില്ല. കത്തല് നടക്കണം. ഇന്ന് പലപ്പോഴും ദൈവവചനം കേൾക്കാനൊക്കെ നമ്മൾ പോകുന്നുണ്ട്, വരാറുണ്ട്. ഇവിടെ ഇപ്പൊ അനേകം പേര് ഇരിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും മാർക്കിടാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് അവനിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ അവക്കിട്ടാണ് പറയുന്നതെന്ന് നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ റിസീവ് ചെയ്യാറില്ല. ആ റിസീവിങ്ങിന്റെ അനുഭവം ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് അത് അനുഭവമായിട്ട് തീരുകയുള്ളൂ. എബ്രായ ലേഖനം 4 അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, അവരും നിങ്ങളെപ്പോലെ ഒരു സദ്വർത്തമാനം കേട്ടവരാണ്, എങ്കിലും കേട്ട വചനം അവർക്ക് വിശ്വാസയോഗ്യമായി പരിണമിക്കായക കൊണ്ട് വചനം അവർക്ക് അനുഭവമായില്ല എന്ന് പറയുന്നത്. അപ്പം വചനം നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ടല്ല പോകേണ്ടുന്നത്, അത് വിശ്വാസയോഗ്യമായി പരിണമിക്കുവാനായിട്ട് സാധിക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിലൊരു കത്തലുണ്ടായിട്ട് നമ്മുടെ കണ്ണ് തുറന്ന് യേശുവിനെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത്, വിശുദ്ധ കുർബാനയിൽ വചനം മുറിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാണ് പുരോഹിതൻ ദർഗായിൽ കയറി നിന്നുകൊണ്ട് അപ്പം മുറിക്കുന്നത്. ഇത് 2 ഭാഗമാണുള്ളത്. വചനം മുറിക്കലുമുണ്ട്, അപ്പം മുറിക്കലുമുണ്ട്. അങ്ങനെയെങ്കിൽ 52 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഈ കർത്താവിൻ്റെ ഈ മനുഷ്യാവതാര സംഭവം ഓർക്കുവാൻ വേണ്ടി പിതാക്കന്മാർ നമ്മളെ സഭയിലാക്കിയിരിക്കുമ്പോൾ സുവിശേഷപരമായ നടപടികളിലേക്ക് ആനയിക്കപ്പെടുവാൻ വേണ്ടി നമ്മളെ ഇന്ന് വിളിക്കുകയാണ്. പ്രിയമുള്ളവരെ, 52-ാമത്തെ ആഴ്ചയിലെ 11-ാമത്തെ ആഴ്ച നമ്മൾ ഇന്ന് പിന്നിടുവാൻ പോകുന്നു. അതിലെ അവസാനത്തെ കാര്യം നമ്മൾ ഓർത്തത് മാമോദീസ പെരുന്നാളാണ് കർത്താവിൻ്റെ. അതിനുശേഷമുള്ള 1-ാമത്തെ ഞായറാഴ്ച എന്ന് പറഞ്ഞ് പിതാക്കന്മാര് നമുക്ക് തന്നിരിക്കുന്ന വചനം മുറിക്കുവാനായിട്ട് തന്നിരിക്കുന്ന വേദഭാഗമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ. കഴിഞ്ഞ ഞായറാഴ്ച ഈ വചനം മുറിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ കത്തലുണ്ടായോ? വിശുദ്ധ കുർബാന ഭക്ഷിച്ചിട്ട് കണ്ണു തുറന്നോ? യേശുവിനെ കാണുവാനായിട്ട് തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞോ? അനേകം പേരുടെ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അനേകം പേർക്ക് ഈ ത്രോണോസിൽ
വിശുദ്ധ കുർബാന പരസ്യമായിട്ട് ആരംഭിക്കുന്ന സമയത്ത് ബേത്ലഹേമിൽ കിടക്കുന്ന ഉണ്ണി ഈശോയെ കണ്ട അനേകം പേരുടെ സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. വിശുദ്ധ കുർബാന കാസായും വിലാസായും എടുത്ത് ഉയർത്തുമ്പോൾ സ്വർഗാരോഹണം ചെയ്യുന്ന കർത്താവിനെ കാണുന്ന അനേകം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളെ കൊണ്ട് ഇത് സാധിക്കണമെന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഈ വചനം നമ്മുടെ ഉള്ളിൽ കത്തിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ ഈ 12 മുതലുള്ള വാക്യങ്ങളാണ് ഈ ദനഹാ പെരുന്നാളിന് ശേഷമുള്ള 1-ാമത്തെ ഞായറാഴ്ച പിതാക്കന്മാർ നമുക്ക് ധ്യാനിക്കുവാനായിട്ട് തന്നിരിക്കുന്നത്. ഏവർക്കും സുപരിചിതമായൊരു വേദഭാഗമാണ്. കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് പത്രോസിനെയും അന്ത്രയോസിനെയും സബദി പുത്രന്മാരായ യാക്കോബിനെയും യോഹന്നാനെയും വിളിക്കുന്ന ഒരു രംഗമാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സമയക്കുറവുകൊണ്ട് ഞാൻ ആ വേദഭാഗം വായിക്കുന്നില്ല. ഇവിടെ കർത്താവിൻ്റെ ആ മിനിസ്ട്രി തുടങ്ങുന്നത്, പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് 17-ാമത്തെ വാക്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാനൊന്ന് കൊണ്ടുവരികയാണ്. അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. അതിനുശേഷം അവൻ ഗലീല കടൽ തീരത്തോട് നടക്കുമ്പോഴാണ് പത്രോസിനെയും അന്ത്രയോസിനെയും കാണുന്നു. അവർ മീൻ പിടിക്കുന്നു. കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ അങ്ങോട്ട് മുമ്പോട്ട് പോയപ്പോഴാണ് സബദി പുത്രന്മാരായ യാക്കോബും യോഹന്നാനും പിതാവിനോടൊപ്പം വഞ്ചിയിലിരുന്ന് വല നന്നാക്കുകയായിരുന്നു. അവരെയും വിളിച്ചു. അവരും വലയും വള്ളവും പിതാവിനെയും ഉപേക്ഷിച്ചിട്ട് യേശുവിനെ അനുഗമിച്ചു. എല്ലാ വർഷവും ദനഹാ പെരുന്നാളിന് ശേഷമുള്ള 1-ാമത്തെ ഞായറാഴ്ച ഈ സംഭവമാണ്, അല്ലെങ്കിൽ കർത്താവിന്റെ മാമോദീസ പെരുന്നാളിന് ശേഷമുള്ള 1-ാമത്തെ ഞായറാഴ്ച ഈ സംഭവമാണ് നമ്മുടെ സഭ നമുക്ക് ധ്യാനിക്കുവാനായിട്ട് തരുന്നത്. എല്ലാ വർഷവും നമ്മൾ ഇതിനെക്കുറിച്ച് പ്രസംഗിച്ചൊക്കെയും കേൾക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ഈ സമയത്ത് എൻ്റെ ആത്മീയ ഗുരുനാഥനായ ഞങ്ങളുടെ സെമിനാരിയിൽ ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ മൽപ്പാനപ്പച്ചൻ, കോരുത് മൽപ്പാനപ്പച്ചൻ, ഞങ്ങൾ അപ്പച്ചൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്, മരിച്ചുപോയി. ഞങ്ങൾ സെമിനാരിയിലെ പഠനമൊക്കെയും പൂർത്തിയാക്കി ഞങ്ങളെ യാത്ര അയക്കുന്ന സമയത്ത് ഈ അപ്പച്ചൻ്റെ മുറിയിൽ ഞങ്ങളെ വിളിച്ചു വരുത്തി അനുഗ്രഹിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സമയത്ത് അപ്പച്ചൻ പറഞ്ഞ ഒരു വാചകം ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. ഷമ്മാശന്മാരെ, നിങ്ങൾ ഇനിയും കല്യാണം കഴിക്കേണ്ടവർ കല്യാണം കഴിച്ചും കല്യാണം കഴിക്കേണ്ടാത്തവർ കല്യാണം കഴിക്കാതെയും നിങ്ങൾ ഇനി അച്ഛനാകാൻ പോവുകയാണ്. നിങ്ങൾ വിശുദ്ധ ബലിയർപ്പിക്കാനായിട്ട് പോവുകയാണ്. ആ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞ് അപ്പച്ചൻ പറഞ്ഞ സംഗതി, ഷമ്മാശന്മാരെ, നിങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഓരോ ഞായറാഴ്ചത്തെയും വിശുദ്ധ കുർബാന അത് പുത്തൻ കുർബാനയായിരിക്കണം എന്ന്. എന്തോ പറഞ്ഞത്? വിശുദ്ധ കുർബാന അത് പുത്തൻ കുർബാനയായിരിക്കണമെന്ന്. ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഷമ്മാശൻ തമാശ രൂപേണ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ച, ഞങ്ങൾ കുർബാന ചൊല്ലുന്നത് എന്നും ഒരേ പള്ളിയിൽ, ഞങ്ങൾ ഇടുന്ന കാപ്പ ഒരേ കാപ്പ, ഞങ്ങൾ ഉപയോഗിക്കുന്ന തക്സ ഒരേ തക്സ, കുർബാനയെ സംബന്ധിക്കുന്നത് എന്നും വരുന്ന ജനങ്ങൾ തന്നെ പറയുന്നതും പ്രതിവാക്യം പറയുന്നതും എല്ലാം പ്രാർത്ഥനകളായാലും പാട്ടുകളായാലും എല്ലാം ഒന്ന് തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് ഇത് പുത്തൻ കുർബാനയാകുന്നത് എന്ന്? ആ സമയത്ത് അപ്പച്ചൻ പറഞ്ഞു, ഷമ്മാശൻ പറഞ്ഞതെല്ലാം ശരിയാണ്, എല്ലാ ഞായറാഴ്ച ഈ പറഞ്ഞതെല്ലാം സെയിം ആണ്. പക്ഷേ ഒരു കാര്യം മാത്രം വ്യത്യാസമുണ്ട്. പ്രിയമുള്ളവരെ, എൻ്റെ കയ്യിലിരിക്കുന്നത് ഞായറാഴ്ച ഉപയോഗിക്കുന്ന വേദവായന കുറിപ്പാണ്. അപ്പച്ചൻ പറഞ്ഞു, ഈ ഒരു വേദവായന കുറിപ്പെന്ന് പറഞ്ഞൊരു കുറിപ്പ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഓരോ ഞായറാഴ്ചയും വായിക്കേണ്ടുന്ന വേദഭാഗം എന്ന് പറയുന്നത് ഇതിനകത്ത് വ്യത്യസ്തമാണ്. കഴിഞ്ഞ ആഴ്ച വായിച്ചതല്ല ഇന്ന് വായിക്കാൻ പോകുന്നത്, ഇന്ന് വായിക്കുന്നതല്ല നാളെ വായിക്കാൻ പോകുന്നത്, നാളത്തെ ആഴ്ചയെ വായിക്കാൻ പോകുന്നത്. ഇതെല്ലാ ആഴ്ചയിലും പുതിയ വായനകളാണ്. എന്നിട്ട് അപ്പച്ചൻ പറഞ്ഞു, ഈ വേദഭാഗങ്ങൾ നിങ്ങൾ വായിച്ച് ധ്യാനിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് ആനുകാലികമായ രീതിയിൽ ഈ വേദഭാഗത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ശക്തി തരുമ്പോൾ, അന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചിട്ട് പോകുമ്പോൾ ഒരു പുതിയ അനുഭവം, പുത്തൻ കുർബാനയുടെ അനുഭവം കിട്ടുമെന്ന് അപ്പച്ചൻ ഞങ്ങളെ പഠിപ്പിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, എല്ലാ വർഷവും ദനഹാ പെരുന്നാളിന് ശേഷം 1-ാമത്തെ ഞായറാഴ്ച ഈ കർത്താവ് ശിഷ്യന്മാരെ വിളിക്കുന്ന അല്ലെങ്കിൽ കർത്താവിനെ അനുഗമിക്കുന്ന രംഗമാണ് വായിച്ചു കേൾക്കുന്നെങ്കിലും ഓരോ ഞായറാഴ്ചയും ഓരോ വർഷവും അതിന് പുതുമയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ 2015 ഈ വേദഭാഗത്തിന്റെ പുതുമ എന്താണ്?
ഈ വേദഭാഗത്തിന്റെ ആനുകാലികമായ പ്രസക്തി എന്താണ്? ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ്. ഇവിടെ പത്രോസും അന്ത്രയോസും മീൻ പിടിക്കുന്നു. നമുക്കറിയാം അവരുടെ ജീവിത സാഹചര്യം. പത്രോസിനെ അമ്മായിമ്മയെ പറ്റി വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആരും കാണും? അമ്മായിപ്പനും കാണും. അങ്ങനെയെങ്കിൽ പത്രോസിനൊരു ഭാര്യയുണ്ട്, മക്കളെ പറ്റി പറയുന്നില്ല, മക്കള് കാണും. ഇവരെല്ലാം ജീവിത മാർഗമാണ് ഈ പത്രോസിന്റെ കയ്യിലിരിക്കുന്ന വള്ളവും വലയും. അപ്പം ഇത് ഉപയോഗിച്ച് മീൻ പിടിച്ച്, നമ്മുടെ നാടന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഭാര്യയുടെ കൊടുത്ത്, ഭാര്യ അതുകൊണ്ട് മാർക്കറ്റിൽ പോയി വിറ്റ് അത് കിട്ടുന്ന കാശും കൊണ്ട് അന്നത്തേക്ക് ആവശ്യമുള്ള ആഹാര സാധനങ്ങൾ വാങ്ങിച്ച് അതുകൊണ്ട് വീട്ടിൽ വന്നിട്ട് പാചകം ചെയ്ത് വേണം ഈ ഭാര്യയ്ക്ക് തൻ്റെ അമ്മയ്ക്കും തൻ്റെ അപ്പനും തൻ്റെ ഭർത്താവിനും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനായിട്ട്. സബദിപുത്രന്മാർ യാക്കോബിനെ യോഹന്നാനെ സംബന്ധിച്ചും ഇത് തന്നെയാണ്. അവര് അടുത്ത മീൻപിടുത്തത്തിനുള്ള വല നന്നാക്കുകയായിരുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, ഇങ്ങനെ പുറകോട്ട് നോക്കുമ്പോൾ കുടുംബത്തിന്റെ വലിയ ഉത്തരവാദിത്വം നിറഞ്ഞു നിൽക്കുന്ന ഈ പത്രോസും അന്ത്രയോസും, ഈ സബദി മക്കളായ യാക്കോബും യോഹന്നാനും പുറകോട്ട് നോക്കുമ്പോൾ ഈ അനുഭവം, ഈ കുടുംബത്തിന്റെ അനുഭവം, പക്ഷേ അതെല്ലാം മറന്നിട്ട്, അതെല്ലാം ഉപേക്ഷിച്ചിട്ട് കർത്താവിന്റെ പിന്നാലെ അനുഗമിക്കുന്ന 4 പേരെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ഇവർക്ക് 4 പേർക്കും, ഇവർ കർത്താവിനെ കുറിച്ച് നേരത്തെ ഒന്നും കേട്ടിട്ടില്ല, കർത്താവിനെ കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല, ഒറ്റ വിളി, നീ എന്നെ അനുഗമിക്കുക, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞ് ഇവർ 4 പേരും കർത്താവിനെ അനുഗമിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട് കർത്താവിന് ഇവരെ നേടുവാനായിട്ട് കഴിഞ്ഞു? നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്, നമുക്കിന്ന് സഹായിക്കുവാനായിട്ട് ആളില്ല, അല്ലേ? കുടുംബജീവിതം തന്നെ എടുത്തു നോക്കിക്കേ. പ്രത്യേകിച്ചും എന്നെ കേൾക്കുന്ന അമ്മമാർക്ക് ഭയങ്കര സങ്കടമാണ്, അല്ലേ? സഹായത്തിന് ഒരാളില്ല. പ്രായമാകുന്ന നമ്മുടെ അപ്പനെയും അമ്മയെ നോക്കാൻ ഇന്നൊരാളിനെ കിട്ടാനില്ല. അതുകൊണ്ടാണ് ഇന്ന് വൃദ്ധസദനങ്ങളൊക്കെ കൂടിക്കൂടി വരുന്നത്. നമ്മുടെ സഭ എടുത്തു നോക്കിക്കേ, ആശ്രമങ്ങളിലും മഠങ്ങളിലും. ഈയിടെ MGOസിന്റെ ഒരു കോൺഫറൻസിൽ വെച്ച് ഒരു സിസ്റ്റർ വന്ന് പെൺകുട്ടികളെ എല്ലാം ആഹ്വാനം ചെയ്തു, നിങ്ങളെല്ലാവരും എൻ്റെ പിന്നാലെ പോരുവീനെന്ന്. കോൺവെന്റിലോട്ട് പോരാനായിട്ട് ആഹ്വാനം ചെയ്തു. ഞാൻ ഈയിടെ ആ സിസ്റ്ററിനെ ഒന്ന് വിളിച്ചു, സിസ്റ്ററെ, ഇന്നാളത്തെ ആ മീറ്റിങ്ങിൽ ഇങ്ങനെ ഒരു ആഹ്വാനമൊക്കെ നടത്തിയല്ലോ, വല്ലവരെയും കിട്ടിയോ? എൻ്റെ അച്ഛാ, കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഉള്ളതിനെ കൊണ്ട് തന്നെ. ഇതാ ഇന്നത്തെ നമ്മുടെ സഭയുടെ അവസ്ഥ. നമുക്കിന്ന് ശുശ്രൂഷ ചെയ്യുവാൻ, നമ്മളെ സഹായിക്കുവാൻ ആളിനെ കിട്ടുന്നില്ല. പക്ഷേ കർത്താവിന് ആളിനെ കിട്ടി. എന്തുകൊണ്ട് കിട്ടി? ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, പഠിച്ചിരിക്കണം. പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവ് തൻ്റെ മിനിസ്ട്രി തുടങ്ങിയത് എങ്ങനെയാണെന്ന് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. കർത്താവ് പ്രസംഗിച്ചു തുടങ്ങിയത് അന്നു മുതൽ എന്നാണ്. അങ്ങനെയെങ്കിൽ അവിടെ നമ്മളൊരു ചോദ്യം ചോദിക്കണം, എന്നു മുതൽ? അന്നു മുതൽ ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. താൻ എന്തുവാ പ്രസംഗിച്ചത്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ. അപ്പം തനിക്കൊരു പ്രത്യേക വിഷയമുണ്ടായിരുന്നു, ദൈവരാജ്യമായിരുന്നു ആ വിഷയം. എന്നിട്ട് മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞിട്ട് ഇവരെ വിളിച്ചപ്പോൾ ആ വിളി കേട്ട് സകലതും ഉപേക്ഷിച്ച് കർത്താവിനെ അനുഗമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പം കർത്താവ് ഇങ്ങനെ തൻ്റെ മിനിസ്ട്രി തുടങ്ങി, ആ മിനിസ്ട്രി കർത്താവ് അവസാനിപ്പിച്ചു. നമുക്കറിയാം, വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ. നല്ലൊരു തുടക്കം എന്ന് പറയുന്നത് ആ പ്രവൃത്തിയുടെ പകുതി തീർത്തതിൻ്റെ ഗുണമാണ് കിട്ടുന്നത്. കർത്താവ് തൻ്റെ മിനിസ്ട്രി ഇവിടെ ആരംഭിക്കുന്നു, കാൽവറിയിൽ വെച്ച് സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞ് താൻ കടന്നു പോകുന്നു. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഇന്ന് നമ്മുടെ ജീവിതത്തിലും പലതുമൊക്കെ തുടങ്ങിയവരല്ലേ? പലതും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരല്ലേ? അനേകം പേര് വന്ന് പല സങ്കടങ്ങളും പറഞ്ഞ് ഞാൻ കേൾക്കാറുണ്ട്. പലരും പല കാര്യങ്ങളൊക്കെയും തുടങ്ങുന്നു, പക്ഷേ തുടങ്ങിയിട്ട് അതൊന്നും ശോഭിക്കുവാനായിട്ട് കഴിയുന്നില്ല, അതൊന്നും അതിൻ്റെ വിജയത്തിലേക്ക് എത്തുവാനായിട്ട് കഴിയുന്നില്ല. കുടുംബജീവിതം തുടങ്ങിയവർ അനേകം പേരില്ലേ? നിങ്ങളൊന്ന് നോക്കിക്കേ, നിങ്ങളുടെ കുടുംബജീവിതം ഇന്ന് ശോഭയുള്ളതാണോ? നിങ്ങൾ ബിസിനസ് തുടങ്ങിയില്ലേ? ബിസിനസ് ഇപ്പോൾ എങ്ങനെ ശോഭിക്കുന്നു? നിങ്ങൾ വീട് പണി ആരംഭിച്ചു, അത് പൂർത്തീകരിക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ടോ?
എന്തെല്ലാം കാര്യങ്ങൾ ഞാനും നിങ്ങളുമൊക്കെയും തുടങ്ങിയിട്ട് അത് പൂർത്തീകരിച്ചിട്ട് ഇന്ന് അതിൻ്റെ അനുഭവം എന്താണ്? ഇവിടെ കർത്താവിന് വലിയൊരു സന്ദേശം എനിക്കും നിങ്ങൾക്കും തരുവാനായിട്ടുണ്ട്. കർത്താവ് തൻ്റെ മിനിസ്ട്രി തുടങ്ങിയത് അന്നു മുതൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങിയെന്നാ പറയുന്നത്. മത്തായി ശ്ലീഹ അത്രയേ പറയുന്നുള്ളൂ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, വേദപുസ്തകം നല്ലൊരു ഫാർമസിയാണ്. ഈ അന്നു മുതൽ എന്നുള്ള ഒരു വാക്ക് എൻ്റെ മനസ്സിനെ വല്ലാതെ അങ്ങ് ഉടക്കി. ഞാൻ ആ വാക്കു മാത്രം അടർത്തിയെടുത്തിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് ധ്യാനിച്ചു. അന്നു മുതൽ, എന്നു മുതൽ. അപ്പോഴാ ദൈവത്തിന്റെ ആത്മാവ് തന്നത്, നീ യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവീൻ, അവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല. യഹോവയുടെ വായല്ലോ കൽപ്പിച്ചത്, യഹോവയുടെ ആത്മാവ് അത്രയെ കൂട്ടിവരുത്തിയത്, അതിനൊന്നും ഇണയില്ലാതിരിക്കുകയില്ല എന്ന്. അപ്പോൾ ഇവിടെ മത്തായി ശ്ലീഹ പറഞ്ഞിരിക്കുന്ന അന്നു മുതൽ എന്ന് പറഞ്ഞിരിക്കുന്നതിന് ഒരു ഇണവാക്യം വേദപുസ്തകത്തിൽ എവിടെയോ കിടപ്പുണ്ട്. നീ അത് കണ്ടുപിടിക്കുമ്പോൾ നിനക്കതിൻ്റെ ഉത്തരം കിട്ടും. ഞാൻ അന്വേഷിച്ചു, മത്തായിയുടെ സുവിശേഷം മുതൽ ഇങ്ങനെ അങ്ങോട്ട് വായിച്ചു. അത് കഴിഞ്ഞ് മർക്കോസിന്റെ സുവിശേഷം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ആ വചനം ഉടക്കി. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ ഈ സംഭവം തന്നെ അവിടെ വിവരിക്കുന്നുണ്ട്. കർത്താവ് ശിഷ്യന്മാരെ വിളിക്കുന്ന രംഗമാണ്. പക്ഷേ കർത്താവിൻ്റെ പ്രസംഗത്തെ കുറിച്ച് മർക്കോസ് ലീഹ ഒരു വ്യത്യസ്തമായ സന്ദേശം തൻ്റെ ആ സുവിശേഷത്തിലൂടെ നമുക്ക് തരുന്നുണ്ട്. ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. മത്തായി ശ്ലീഹായും അതാണ് പറഞ്ഞത്. പക്ഷേ അടുത്ത വാക്യം മർക്കോസ് മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ. എന്താണെന്നറിയാമോ? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. ഇവിടെ മത്തായി ശ്ലീഹ പറയാത്ത ഒരു കാര്യം മർക്കോസ് ഏവെങ്കിലിയോസ്തം പറഞ്ഞിട്ടുണ്ട്. എന്താ അത്? അന്നു മുതലെന്നേ മത്തായി ശ്ലീഹ പറഞ്ഞുള്ളൂ. പക്ഷേ മർക്കോസ് ഏവെങ്കിലിയോസ്തം പറയുന്നു, ആ അന്നു മുതൽ എന്ന് പറയുന്നത് എന്നു മുതലാണ്? കാലം തികഞ്ഞപ്പോഴാണ് കർത്താവ് എന്ത് ചെയ്തത്? ശുശ്രൂഷ ആരംഭിച്ചു. അപ്പോൾ ഒരു കാല തികവിൽ മാത്രമേ ഏത് കാര്യങ്ങളും നമ്മൾ തുടങ്ങാവൂ. അപ്പൊ കർത്താവിന്റെ ജീവിതം സക്സസ് ആയിരുന്നു. കാരണം കർത്താവ് തുടങ്ങിയത് എപ്പോഴാണ്? കാലത്തികവിലാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ പരാജയത്തിന്റെ കാരണം എന്താ? നമ്മൾ പല കാര്യങ്ങളും തുടങ്ങുന്നത് കാലം തികഞ്ഞിട്ടൊന്നുമല്ല. മക്കളെ കെട്ടിക്കുമ്പോൾ മക്കളെ കെട്ടിക്കാനുള്ള കാലം തികഞ്ഞോ എന്നാ അറിയേണ്ടത്, അല്ലാതെ അവർക്ക് പ്രായമായോ എന്നല്ല നോക്കേണ്ടുന്നത്. ഒരു ബിസിനസ് തുടങ്ങണം, കാരണം കല്യാണം കഴിച്ചു കുഞ്ഞുങ്ങളൊക്കെ ആയി, ജീവിക്കണ്ടായോ എന്ന് വിചാരിച്ചുകൊണ്ട് നീ ബിസിനസ് തുടങ്ങരുത്. കാലം തികഞ്ഞോ എന്ന് നീ തിരിച്ചറിയണം. ജോലിക്ക് വിദേശത്തേക്ക് പോകുന്നു, കാലം തികഞ്ഞിട്ട് വേണം പോകുവാനായിട്ട്. പ്രിയമുള്ളവരെ, എന്താണ് ഈ കാലത്തികവ്? നമ്മൾ ആഴമായിട്ട് പഠിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. 12 മണിക്ക് മുമ്പ് ഇവിടുത്തെ ഈ ക്ലാസ് സമാപിക്കുന്നതുകൊണ്ട് ഞാനത് കൂടുതലായിട്ട് വിശദമായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ചുരുക്കമായിട്ട് ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. കർത്താവ് കാലം തികഞ്ഞതിന് ശേഷമാണ് തൻ്റെ സുവിശേഷം തുടങ്ങിയത്. എന്താണ് താൻ ചെയ്ത സുവിശേഷം? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ, സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, എന്താണ് ദൈവരാജ്യം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. റോമാലേഖനം 14-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവരാജ്യം ഭക്ഷണവുമല്ല പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രയെന്ന്. അപ്പം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആ ദൈവരാജ്യം എന്തുവാണ്? ഭക്ഷണവുമല്ല പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. കാലം തികഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എന്തോ സമീപിച്ചത്? ദൈവരാജ്യം സമീപിച്ചത്. ദൈവരാജ്യം എന്തോ ആണ്? അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രയെന്ന്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ നീതിയും ഈ സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവും ഇന്ന് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തോ തികഞ്ഞിട്ടില്ല, ദൈവരാജ്യം സമീപിച്ചിട്ടില്ല. സമീപിക്കാത്തതിൻ്റെ കാരണം എന്താ? കാലം തികഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കർത്താവ് കാലം തികഞ്ഞപ്പോഴാണ് ശുശ്രൂഷ തുടങ്ങിയത്. എന്തിൻ്റെ കാലം?
അത് ആഴമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. കർത്താവ് 30-ാമത്തെ വയസ്സിൽ യോർദാൻ നദിയിൽ സ്നാനമേറ്റു. ഇന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കർത്താവ് 30-ാമത്തെ വയസ്സിലല്ലേ സ്നാനപ്പെട്ടത്, നമ്മളും 30-ാമത്തെ വയസ്സിൽ സ്നാനം പെട്ടാൽ മതിയോ എന്ന്. കർത്താവ് സ്നാനപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പഠിക്കുമ്പോൾ മാത്രമേ കർത്താവിൻ്റെ സ്നാനത്തെ നമുക്ക് അംഗീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മനുഷ്യജാതി ഏദൻ തോട്ടത്തിൽ വെച്ച് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു സെയില് നടക്കുകയായിരുന്നു. ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം. തോട്ടത്തിന്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് ദൈവം പറഞ്ഞു. അവര് തിന്നു, അവര് മരിച്ചു. പക്ഷേ ആ മരണത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, അവര് ഒരു സെയില് നടത്തിയെന്ന, ഒരു വിൽപ്പന നടത്തിയെന്ന. ആർക്ക്? പിശാചിന് മനുഷ്യജാതിയെ വിറ്റെന്നാ പറയുന്നത്. അപ്പോൾ പിതാവാം ദൈവം ഈ പിശാചുമായിട്ടൊരു സംഭാഷണം നടത്തുന്നുണ്ട്. എൻ്റെ മക്കൾ അവരുടെ അനുസരണക്കേട് നിമിത്തം അവരെ നിനക്ക് വിറ്റതാണ്, പക്ഷെ എനിക്കതിനെ തിരികെ തരണം, തിരികെ വാങ്ങണം. അപ്പം പിശാച് പിതാവാം ദൈവത്തോട് പറഞ്ഞു, ഞാൻ തിരികെ തരാം, പക്ഷേ എനിക്ക് മനുഷ്യജാതിയുടെ രക്തവും ജീവനും മുഴുവനും ഊറ്റി കുടിക്കുവാനുള്ള അവകാശമുണ്ട്. അതിന് പകരമായിട്ട് പാവമില്ലാത്ത രക്തം എനിക്ക് നീ തരാമെങ്കിൽ ഞാൻ നിനക്ക് തിരികെ തരാമെന്ന് പറഞ്ഞു. അപ്പൊ യേശു തമ്പുരാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് എന്തിനു വേണ്ടിയിട്ടാണ്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പം മനുഷ്യജാതി പാപം ചെയ്ത് പിശാചിന് തന്നെ വിറ്റ് കഴിഞ്ഞപ്പോൾ, ഒരു സെയില് നടത്തി കഴിഞ്ഞപ്പോൾ, ആ വിറ്റ സാധനത്തെ തിരികെ വാങ്ങുവാൻ വേണ്ടിയിട്ടാണ് പിതാവാം ദൈവം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. അപ്പൊ അത് വാങ്ങിക്കുവാനുള്ള ആ ഒരുക്കമാണ് കർത്താവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. താൻ 30-ാമത്തെ വയസ്സ് വരെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടല്ലോ, 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് മിസ്സാകുന്നു. അത് കഴിഞ്ഞ് പിന്നെ കർത്താവിനെ നമ്മൾ കാണുന്നത് 30-ാമത്തെ വയസ്സിൽ യോർദാൻ നദിയിലാണ്. ഈ ഇടയ്ക്കുള്ള 18 വർഷം താൻ എന്തെടുക്കുകയായിരുന്നു? ഒരുപക്ഷെ നമുക്ക് പറയാൻ സാധിക്കും, വീട്ടിൽ അപ്പനെ സഹായിച്ചുകൊണ്ടിരുന്നു. പക്ഷെ വചനത്തിൽ പറയുന്നു, യെശയ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ, കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവനെ ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. അവൻ തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കുവാൻ പ്രായമാകും വരെ തൈരും തേനും കൊണ്ട് ഉപജീവിക്കുമെന്ന്. അപ്പം കർത്താവ് 30-ാമത്തെ വയസ്സ് വരെ വെയിറ്റ് ചെയ്ത് എന്തിനാണെന്നറിയാമോ? തിന്മയെ തള്ളി നന്മയെ തിരഞ്ഞെടുക്കുവാനുള്ള തൻ്റെ ഇടം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. ആ തൻ്റെ ഇടവും പ്രാപിച്ചുകൊണ്ടാണ് കർത്താവ് യോർദാൻ നദിയിലേക്ക് സ്നാനപ്പെടാനായിട്ട് ചെന്നത്. അവിടെയാണ് സ്വർഗം തുറന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. അങ്ങനെ ദൈവത്തിന്റെ പ്രസാദവുമായി കർത്താവ് എങ്ങോട്ട് പോയി? 40 ദിവസം മരുഭൂമിയിലേക്ക് പോയി. ആ 40 ദിവസത്തെ മരുഭൂമിയിലെ വാസത്തിലൂടെ 3 പരീക്ഷകളാണ് പിശാച് കർത്താവിന് കൊണ്ട് കൊടുത്തത്. ഒന്ന്, കല്ലപ്പമാക്കുക; ദേവാലയത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുക; 3 മലയുടെ മുകളിൽ കയറി നീട്ടി ലോകത്തിലുള്ളതെല്ലാം കാണിച്ചു. എന്നിട്ട് ഇതെല്ലാം ഞാൻ നിനക്ക് തരാം, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞു. കർത്താവ് ഈ 3 പരീക്ഷയും വിജയിച്ചതിന് ശേഷം സാത്താനെ എൻ്റെ പിന്നാലെ പോന്ന് പറഞ്ഞ് അവനെ ആട്ടി പുറകിലാക്കുന്ന രംഗം ഈ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കർത്താവ് ആത്മാവിന്റെ ശക്തിയോടുകൂടിയാണ് ഈ ഗലീല കടൽ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ പിശാചിന് കൊടുക്കുവാനുള്ള അവകാശം മുഴുവനും താൻ കൊടുത്തു തീർത്തു. ഇനിയും നിന്നോട് ഞാൻ ഫൈറ്റ് ചെയ്യാനായിട്ട് വന്നതാണ്. എൻ്റെ ജനം, അവരെ നിങ്ങൾക്ക് വിറ്റു, അതിന് മറുവില തരുവാൻ ഞാൻ വന്നതാണ്. ആ ഒരു വലിയ സന്ദേശമാണ് ഈ കാലത്തികവിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവന് കൊടുക്കുവാനുള്ള അവകാശം മുഴുവനും, അവന് അവകാശമില്ലാത്ത ഒരു രക്തത്തോടു കൂടിയാണ് കർത്താവ് തൻ്റെ പരസ്യശുശ്രൂഷ ആരംഭിക്കുന്നത്. ഈ 30 വർഷത്തെ ആ ഒരുക്കം, അതിനുശേഷം 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് പിശാചിന് തൻ്റെ മേലൊരു അവകാശവുമില്ല, മറുവിലയായിട്ട് തന്നെ കൊടുത്ത് മനുഷ്യജാതിയെ വീണ്ടെടുക്കുവാനുള്ള കാലം തികഞ്ഞു എന്നാണ് ആര് പറഞ്ഞത്? കർത്താവ് പറഞ്ഞത്. ആ കാലത്തികവിലാണ് കർത്താവ് സുവിശേഷം അറിയിച്ചത്. പ്രിയമുള്ളവരെ, കർത്താവ് മാമോദീസ മുങ്ങിയത് എന്തിനാണെന്ന് ഞാൻ ചുരുക്കമായിട്ട് അങ്ങ് പറഞ്ഞു, നിങ്ങളത് മനസ്സിലായി കാണും. പ്രിയമുള്ളവരെ, അങ്ങനെ പരസ്യ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ കർത്താവിന് 4 പേരെ മാത്രമല്ല കിട്ടിയത്, അനേകം പുരുഷാരം കർത്താവിൻ്റെ കൂടെ ഇങ്ങനെ തിങ്ങിക്കൂടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
എന്തുകൊണ്ടാ? കാലം തികഞ്ഞ് തൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടാണ്. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ പ്രിയമുള്ളവരെ. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ജീവിതം പരിശോധിക്കുകയാണെങ്കിലും ഇതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പരിശുദ്ധനായ പരിമല തിരുമേനിയെ മെത്രാപ്പോലീത്തയായിട്ട് അഭിഷേകം ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം പിറ്റേ ദിവസം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ടില്ല. എന്നെ കേൾക്കുന്ന കാണുന്ന ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, പരിമല തിരുമേനി മെത്രാനായി പട്ടമേറ്റതിനു ശേഷം നേരെ പോയത് മുളന്തുരുത്തിയിലേക്കാണ്, വെട്ടിക്കൽ ദേറായിലേക്കാണ്. അവിടെ പോയി 40 ദിവസം വിശുദ്ധ കുർബാന ചൊല്ലി മൗനമായിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഉപവസിച്ച് 40-ാം ദിവസവും കൂടെ കഴിഞ്ഞിട്ടാണ് താൻ സഭയിലേക്ക് ഇറങ്ങിയത്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ നല്ലൊരു മാതൃക നമുക്കറിയാം. ഈ പട്ടംകൊട സമയയുടെ ശുശ്രൂഷയിൽ ഈ കസരയിൽ ഇരുത്തിയിട്ട് ഈ പിതാക്കന്മാര് എടുത്തിങ്ങനെ പൊക്കുന്ന സമയത്ത് ഓക്സിയോസ് 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 എന്ന് വിളിക്കും. എന്താ അതിന്റെ അർത്ഥം? നീ യോഗ്യനാണ്, നീ യോഗ്യനാണ്. ഇത് എവിടുന്നുണ്ടായി? പഴയ കാലത്ത് ഇങ്ങനെ പിതാക്കന്മാരെ വാഴിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവര് പറയും, അയ്യോ ഞാൻ അയോഗ്യൻ, അയ്യോ ഞാൻ അയോഗ്യൻ, അയ്യോ ഞാൻ അയോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓടും. അപ്പം ജനങ്ങൾ പുറകെ ഓടും, അയ്യോ നീ അയോഗ്യനല്ല, നീ അയോഗ്യനല്ല, നീ അയോഗ്യനല്ല, നീ യോഗ്യൻ, നീ യോഗ്യൻ, നീ യോഗ്യൻ. ഇതാണ് പ്രിയമുള്ളവരെ ഓക്സിയോസ് എന്ന വാക്കിന്റെ അർത്ഥം. അങ്ങനെ പരിമല തിരുമേനിക്ക് യോർദാൻ നദിയിൽ വെച്ച് കർത്താവിന് സർട്ടിഫിക്കറ്റ് കിട്ടിയതുപോലെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പിതാവാം ദൈവം പുത്രന് സർട്ടിഫിക്കറ്റ് കിട്ടിയതുപോലെ പരിമല കൊച്ചു തിരുമേനിക്ക് ഈ പട്ടംകൊട സമയത്ത് സ്വർഗത്തിൽ നിന്നും കിട്ടിയ സർട്ടിഫിക്കറ്റ് ആണ് ഓക്സിയോസ് ഓക്സിയോസ് ഓക്സിയോസ്. പ്രിയമുള്ളവരെ, ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് പരിമല തിരുമേനി പബ്ലിക്കിന്റെ അടുത്തേക്ക് ഇറങ്ങിയില്ല, ഇടവകയിലേക്ക് പോയില്ല, കുടുംബത്തിലെ സ്വീകരണം വാങ്ങാൻ ഏറ്റുപോയില്ല. അദ്ദേഹം പരിമല തിരുമേനി പോയത് വെട്ടിക്കൽ ദേറായിലേക്ക് പോയി, മുളന്തുരുത്തിയിൽ. എന്തിന്? തന്റെ അരുമനാഥൻ തന്നെ കാണിച്ച മാതൃക. 40 ദിവസം ആ വെട്ടിക്കൽ ദേറായിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് മൗനമായിട്ടിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് പിശാചിന്റെ അവകാശം മുഴുവനും കൊടുത്തു തീർത്ത് കഴിഞ്ഞ് ഇവിടെ വന്നു. ഈ വർഷത്തെ പെരുന്നാളിൽ പരിശുദ്ധ ബാബാ തിരുമേനി പറഞ്ഞല്ലോ, ഈ പെരുന്നാളിൽ വന്നിരിക്കുന്ന പുരുഷാരത്തെ ഒന്ന് എണ്ണാമോ എണ്ണാമോ എന്ന് ചോദിച്ചു ബാബാ തിരുമേനി. എണ്ണാൻ പറ്റത്തില്ല പ്രിയമുള്ളവരെ. ഇതുപോലെയായിരുന്നു കർത്താവിന്റെ കൂടെയുള്ള പുരുഷാരത്തെ. എണ്ണാൻ കഴിയുമായിരുന്നോ? കഴിയാൻ കഴിയത്തില്ല. ആ നല്ലൊരു ക്രിസ്തുവിന്റെ മാതൃകയാണ് ഈ പരിശുദ്ധ പിതാവ് നമുക്ക് കാട്ടിത്തന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഈ പരിശുദ്ധ പരിമല തിരുമേനിക്ക് നമ്മളോട് ഇന്ന് പറയുവാനായിട്ടുള്ള സംഗതി ഇതാണ്: കാലത്തികവിന് മുമ്പ് നീ ഒരു കാര്യവും തുടങ്ങാൻ പാടില്ല. ഏത് കാലം? പിശാചിന്റെ അവകാശം തീരാനുള്ള കാലം നീ കാത്തിരിക്കണം. അതുവരെയും അതിനാണ് പ്രിയമുള്ളവരെ നോമ്പും പ്രാർത്ഥനയും ഉപവാസവും എല്ലാം നമുക്ക് തന്നിരിക്കുന്നത്. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ 3 നോയമ്പ് വരുന്നു, 50 നോയമ്പ് വരുന്നു, ബുധനും വെള്ളിയും നോയമ്പ് വരുന്നു. നമ്മൾ പല കാര്യങ്ങളും തുടങ്ങിയവരല്ലേ? പരാജയപ്പെട്ട് കിടക്കുകയാണോ? നീ നിരാശപ്പെടേണ്ട, നീ വിഷമിക്കണ്ട. നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ കാലത്തികവിന് വേണ്ടി പ്രാർത്ഥിക്കണം. തിന്മയുടെ അവകാശം തീരാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം. അങ്ങനെ അവകാശം തീർന്നു കഴിയുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നമുക്കും ജീവിക്കുവാനായിട്ട് സാധിക്കും. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.